ലാലേട്ടൻ ഇപ്പൊ ആ ജയിൽ ഫൈറ്റിനിടയ്ക്ക് മറ്റേ ആ ഒരു മാസ് സീൻ കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ കൈയാക്കുന്നിടത്ത് ഇട്ടിരിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്. അത് ആനയുടെ ഗ്രൗളിംഗ് ആണ്. ഈ മേരിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട് ചായക്കടയിലോട്ട് വരുന്നത്. അപ്പൊ അവിടെ എല്ലാത്തിന്റെ എക്സ്ട്രീം ക്ലോസപ്പാ. മറ്റേ ബോണ്ട അത് ഇത് ചായ ഇതൊക്കെ. അപ്പൊ അതിനിടയ്ക്ക് മറ്റേ മതിലെ കൂടെ ഉറുമ്പിങ്ങനെ പോകുന്നുണ്ട്. ഒരു പോയിന്റിൽ ഇങ്ങനെ വെച്ചാൽ ഉറുമ്പിന് സ്റ്റെപ്പ് അങ്ങ് കൊടുത്താലോ. അപ്പൊ അത്രയും ക്ലോസ് ആണ്. അപ്പൊ അതിങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ഒരു ഇതിന് ചെയ്ത് അതിനകത്ത് ഇട്ടിരുന്നു. അപ്പൊ അത് എന്നിട്ട് അന്ന് അത് എനിക്ക് തോന്നുന്നില്ല അൽഫോൺസ് അത് പ്രത്യേകം പിക്ക് ചെയ്ത് പറഞ്ഞു ഒന്നും ആരും അത് പിക്ക് ചെയ്ത് പറഞ്ഞില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഇതെല്ലാം കഴിഞ്ഞത് ഇങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ ഒരാൾ മെസ്സേജ് അയച്ചു, കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ, എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു, മഴ രസമുണ്ടായിരുന്നു, കുയിലിൻ്റെ ശബ്ദം, പിന്നെ ചേട്ടനാ ഉറുമ്പിൻ്റെ സൗണ്ട് ഇട്ടില്ലേ, ഉറുമ്പിന് സ്റ്റെപ്പ് ഇട്ടിട്ടില്ലേ, അത് ഭയങ്കര ഒരാളാ പറഞ്ഞിരിക്കുന്നത്. തുടരുമില്ല നോക്കുകയാണെങ്കിൽ ആ അംബാസഡർ കംപ്ലീറ്റ്ലി റെക്കോർഡാണ്. അതിൻ്റെ ആ സ്ക്രീക്കും അതിൻ്റെ ആ ഷെയ്ക്കും പരിപാടികളൊക്കെ ടേബിളിൻ്റെ അടിയിൽ മൈക്ക് വെച്ചിട്ട് മേളിൽ ഈ അമ്മിക്കല്ലിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്നിട്ട് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യും, അതിനെ കുറച്ചുകൂടെ വലിപ്പം കൂട്ടും, അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ അതിൻ്റെ ലേയേഴ്സ് ഉണ്ട്. പിന്നെ അതല്ലാതെ എനിക്കൊന്ന് ഒരു ബീൻ ബാഗിൽ മൈക്ക് അകത്ത് വെച്ചിട്ട് അതിനിങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. തുടരുമിൻ്റെ ഒക്കെ എത്രയോ ദിവസം ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് അവൻ എനിക്കൊരു ആനയുടെ ശബ്ദം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലാണെന്ന് തോന്നുന്നു എനിക്ക് അയച്ചു തന്നിട്ട്, ഒരു നമ്മളിതുവരെ കേൾക്കാത്ത ആനയുടെ ഒരു ചിഹ്നം വിളി. അളിയ ഇങ്ങനെ ശബ്ദം ഉണ്ടോ നിൻ്റെ കയ്യിൽ? ഞാൻ ചോദിച്ചു എന്താ അളിയ, നമ്മളൊരു പരിപാടി വരുന്നുണ്ട്. നമ്മൾ ഈ സിംഗ് സൗണ്ട് കാര്യം പറഞ്ഞപ്പോൾ ഡയലോഗിന്റെ പോർഷൻ നമ്മൾ പറഞ്ഞു. ഇതല്ലാതെ ഒരു സൗണ്ട് ഡിസൈനിൽ വരുന്നത് ഇഫക്ട്സും പിന്നെ അറ്റ്മോസ്ഫിയർ ഈ രണ്ട് കാര്യങ്ങളല്ല വരുന്നത്. അല്ല, ഡയലോഗ് അല്ലാതെ വരുന്നത് സൗണ്ട് എഫക്ട്സും മ്യൂസിക്കുമാണ്. സൗണ്ട് എഫക്ട്സിലാണ് ഫോളി, ആംബിയൻസ്, ഹാർഡ് എഫക്ട്സ്, ഡിസൈൻ ലെയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. എഫക്ട്സിലാണ് ഇതെല്ലാം. ഈ ഇഫക്ട്സ് ഇപ്പോ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് ഇപ്പോ സൗണ്ട് ഡിസൈനേഴ്സിന്റെ കയ്യിലുള്ള ഇപ്പൊ ലൈബ്രറി കളക്ഷനിലുള്ള ഒരുപാട് സൗണ്ട്സ് ഉണ്ടാവും. അല്ലാതെ നമ്മളിപ്പോ ഓൺ സെറ്റ് നമ്മൾ മീൻസ് സ്റ്റുഡിയോയിൽ നമ്മൾ ഫോളി ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്ന ഇപ്പൊ ആലപ്പുഴ ജിംഖാനയുടെ കേസ് പറയുമ്പോൾ മറ്റേ ഗ്ലൗവിൽ പഞ്ച് ചെയ്യുന്നതൊക്കെ ഇവിടുന്ന എടുത്ത് വന്നു. അതല്ലാതെ വേണമെങ്കിൽ ഓൺ സെറ്റിൽ പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ സൗണ്ട് ഈ 3 രീതിയിലാണോ ശരിക്കും ഇഫക്ട്സ്? അതെ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡന്റൽ സൗണ്ട്സ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു പടത്തിലെ മൂവ്മെന്റ്സ് ആയിരിക്കത്തില്ലല്ലോ അടുത്ത പടത്തിൽ. അപ്പോൾ ബേസിക്കലി ഞാൻ നടക്കുന്ന ശബ്ദം, എൻ്റെ ക്ലോത്തിന്റെ സൗണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ ഞാൻ ഓടുന്നതായിരിക്കാം, ഇതൊക്കെ ഓരോ ക്യാരക്ടർ ടു ക്യാരക്ടർ, ഓരോ മൂവി ടു മൂവി മാറിക്കൊണ്ടിരിക്കും. അവിടെ നമുക്ക് ലൈബ്രറി എന്ന് പറയുന്ന ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സൗണ്ടുകൾ യൂസ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, ഭയങ്കര ലിമിറ്റേഷൻ. അത് വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് പെർഫോം ചെയ്ത് തന്നെ എടുക്കണം. ഇത് പെർഫോം ചെയ്യുന്ന സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞാൽ ഇത് ഞാനന്ന് ജിംഖാനയുടെ പറഞ്ഞ ഇവിടെ പഞ്ചസ് എടുത്തേ ഉള്ളൂ. ഫോളി സ്റ്റുഡിയോസിൽ ഇത് എല്ലാ പടത്തിലും നടക്കുന്നുണ്ട്. എല്ലാ പടത്തിലും ഈ പറയുന്ന ഫുഡ് സ്റ്റെപ്സ്, ക്ലോത്ത്, പ്രോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ തരംതിരിക്കുക. ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ ഇതേപോലെ നമ്മൾ ഡബിങ് സ്റ്റുഡിയോയിലെ പോലെ ഒരു പ്രൊജക്ടർ സ്ക്രീൻ ഉണ്ടാവും, മൈക്ക് ഉണ്ടാവും, പെർഫോം ചെയ്യുന്ന ആളുടെ പേര് ഫോളി ആർട്ടിസ്റ്റ് എന്നാണ്. ഫോളി ആർട്ടിസ്റ്റ് എന്നാണ് പറയുന്നത്. അതൊരു ആർട്ടാണ് ഫോളി പെർഫോം ചെയ്യുന്നത് വെച്ചാൽ. അതായത് ആ സ്ക്രീനിൽ പെർഫോം ചെയ്യുന്ന ക്യാരക്ടർ ഏത് രീതിയിലാണ്, ഇപ്പം ഗ്ലാസ് ചിലപ്പോൾ ആഞ്ഞു വെക്കുന്നുണ്ടാവും, ചിലപ്പോൾ പതുക്കെ ആയിരിക്കും വെക്കുന്നത്, ചിലപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഈ ഗ്ലാസിന്റെ വെയിറ്റ്, തിക്നെസ്, വെക്കുന്ന സർഫസ് ഏതാണ്, ഗ്ലാസ് ആണോ, വുഡ് ആണോ, സിമെന്റ് ആണോ, അങ്ങനെ ആ ഇത് ടോണൽ സെൻസ് എല്ലാത്തിലും ഉണ്ട്. അതായത് ഇടുന്ന ഷർട്ട്, യൂസ് ചെയ്യുന്ന ചെരുപ്പ്, മെന്നിന്റെയും ലേഡിയുടെയും ഇത്, പിന്നെ ആളുടെ വെയിറ്റ്, ഇതൊക്കെ നോക്കി ഈച്ച് ആൻഡ് എവറി സൗണ്ടുകൾ, ഞാൻ പറയുന്നത് ഫോളി എന്ന് പറഞ്ഞാൽ ഈ മൂവ്മെന്റ് സൗണ്ടുകൾ ഒരാൾ അവിടെ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ പെർഫോം ചെയ്യുന്നു. ഡബിങ്ങിൽ എങ്ങനെയാണ് ലിപ്പ് അനക്കുന്നതനുസരിച്ച് ഡബ് ചെയ്യുമല്ലോ, ആ സിങ്ക് പിടിക്കാന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. അത് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആ സെൻസുള്ള ആൾക്കാർ, ഫോളി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്ന സൗണ്ടുകളാണ് ഫോളി സൗണ്ട് എന്ന് പറയുന്നത്. ഇതെല്ലാ പടത്തിലും ഉണ്ടാവും. എല്ലാ പടത്തിലും ഇതില്ലെങ്കിൽ ഡെഡാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ആണെങ്കിൽ ഈ ചെയറിന്റെ സൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കാലിങ്ങനെ ആക്കുന്നതിൻ്റെ ഈ സൗണ്ട്, ചിലപ്പോൾ കയ്യടെ ഇതുപോലും ആവശ്യം വരും. ഷർട്ട് ഇങ്ങനെ ആക്കുന്നതിന്റെ സൗണ്ട്, സിബ് ഇടുന്നതിന്റെ സൗണ്ട്, അങ്ങനെയുള്ള സൗണ്ടുകളെല്ലാം എല്ലാ സിനിമയിലും ഉണ്ടാവും. അതാണ് ഫോളി. അത് ഈ പെർഫോം ചെയ്ത് എടുത്ത് റെക്കോർഡ് ചെയ്ത് എടുക്കാന്ന് പറയുന്നതാണ് ഫോളി. ആ ഫോളി എൻ്റെ കയ്യിലേക്ക് വരും.
അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തുള്ള ആംബിയൻസ് എന്ന് പറയുന്നത് ഇപ്പം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ശബ്ദങ്ങളാണ്. ഇപ്പോൾ ഏതാണ് ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ അതിനെ മാച്ച് ചെയ്യണം. കണ്ടാൽ ആ ലൊക്കേഷൻ, ആ വിഷ്വലി കാണുന്ന ആ ലൊക്കേഷനെ നമ്മൾ അതാണെന്ന് ഫീൽ ചെയ്യണം. ചിലപ്പോൾ അടുത്തുള്ള ഒരു വാട്ടർ ബോഡി പോകുന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അടുത്ത് ചിലപ്പോൾ ഒരു എയർപോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലായിരിക്കാം, റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കാം. ഇതിനെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒന്നുകിൽ അതേ സ്ഥലത്ത് തന്നെ പോയി എടുക്കും, അല്ലെങ്കിൽ അവിടെ നമുക്ക് നേരത്തെ എടുത്ത ശബ്ദങ്ങൾ യൂസ് ചെയ്യാം. ചിലപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു എയർപോർട്ട് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം, വിത്ത് പെർമിഷൻ, ഇവിടെ പെർമിഷനോട് കൂടി പോകുന്നു. അപ്പോൾ അത് ചിലപ്പോൾ വേറൊരു സിനിമയിൽ അതല്ലെങ്കിൽ വേറൊരു എയർപോർട്ടായിരിക്കാം, അതെനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എനിക്ക് ഈ റെക്കോർഡഡ് സൗണ്ട് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുക. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാവും ഉറപ്പായിട്ട്. എല്ലാ ഫുഡ് സ്റ്റെപ്പിന്റെ കാര്യം അല്ലെങ്കിൽ ഡോർ അടയ്ക്കുന്നതൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും ഇത് വരുന്നതാണല്ലോ. നമ്മുടെ തന്നെ ഇതിന്റെ സൗണ്ടിന്റെ തന്നെ പല വേരിയേഷൻസ് നമ്മുടെ കളക്ഷനിൽ തന്നെ. അതെ, ഫുഡ് സ്റ്റെപ്പിന്റെ കാര്യം ഞാനത് പറഞ്ഞത്. അത് നമ്മൾ ഈ സൗണ്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ചെയ്യാൻ നിൽക്കില്ല, അത് ഫോളി ആർട്ടിസ്റ്റ് തന്നെയാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ ഡോർസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി റെക്കോർഡഡ് സൗണ്ടുകൾ, ഇത് ഒരു ലെയറിൽ നിൽക്കില്ല, നമ്മൾ പല ലെയേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ വുഡൻ ഡോർ ആണെങ്കിൽ ആ വുഡിന്റെ മൂവ്മെന്റ് ഉണ്ടാവും, പിന്നെ ഈ പറയുന്ന അതിന്റെ മെറ്റൽ ഏരിയാസിന്റെ മൂവ്മെന്റ്സ് ഉണ്ടാവും, പിന്നെ ഈ ഡോറിന്റെ പഴക്കം, എത്ര ഇതിലുള്ള ഡോറാണ്, പിന്നെ ആ ഡോറിന്റെ സ്പീഡ്, അടയ്ക്കുന്നതിന്റെ സ്പീഡ്, ഇതെല്ലാം മാറ്റർ ചെയ്യും. ഇത് പിന്നെ ഡോറ് ചിലപ്പോൾ ഒരു ഹോളിന്റെ ഡോർ ആണെങ്കിൽ, ഒരു ഓഡിറ്റോറിയത്തിന്റെ ഡോർ ആണെങ്കിൽ, ചിലപ്പോൾ ഒരു ബാത്റൂമിന്റെ ഡോർ ആണെങ്കിൽ, ഒരു സ്റ്റുഡിയോയുടെ ഡോർ ആണെങ്കിൽ, ഇതിന്റെ കൂടെ വരുന്ന റിഫ്ലക്ഷന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഡോർ സൗണ്ട് ഉണ്ടാകുന്നത്. ഇതിന് ചില ലൈബ്രറി ട്രാക്കുകൾ നമ്മൾ യൂസ് ചെയ്യും, അതല്ലാതെ ഫോളിയുടെ സപ്പോർട്ട് ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ മെറ്റൽ മൂവ്മെന്റ്സ് മാത്രം ഫോളിയിൽ എടുക്കും, ബാക്കി നമ്മൾ ഓൾറെഡി ഉള്ള റെക്കോർഡ് ചെയ്തായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ അതേ സ്ഥലത്ത് പോയി അതേ ഡോർ റെക്കോർഡ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യും. അപ്പം ഞാനൊരു പടം ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സൗണ്ട് എഡിറ്റേഴ്സ് ഉണ്ട്, എനിക്കൊരു ഫോളി ടീമുണ്ട്. ഞാൻ ചെന്നൈയിൽ ആണ് ചെയ്യുന്നത് ഫോളി ടീം. ഷൺമുഖൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള, മാഗ്നറ്റിക് ടേപ്പ് കാലത്ത്, അനലോഗ് കാലത്ത് മുഴുവൻ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അന്ന് ഈ റീടേക്ക് പരിപാടികളൊന്നും ഇല്ല. അപ്പൊ കറക്റ്റ് അത്രയ്ക്ക് എക്സ്പീരിയൻസിന് ടോൺ സെൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പം ഇവരുടെ എല്ലാം കൂടെ ഉള്ളൊരു എഫേർട്ടാണിത്. അപ്പം ചില ശബ്ദങ്ങൾ നമ്മൾ ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യും. ഞാൻ മാക്സിമം അതേ സ്ഥലങ്ങളിൽ പോയിട്ട് അത് കവർ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ വിഷ്വലി കാണുന്ന പോലെയല്ല, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായേക്കാം. ചിലപ്പം അതായത് ഇപ്പം ഒരു റൂമിന്റെ ഇന്റീരിയറാണ് കാണിക്കുന്നത് വെച്ചോ, എക്സ്റ്റീരിയർ ചിലപ്പോൾ അവർ വേറെ എവിടെയായിരിക്കും ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ചീറ്റ് ചെയ്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ റൂമിന്റെ പുറത്ത് ഭയങ്കര ട്രാഫിക് ആയിരിക്കും. നമ്മൾ അവിടെ പോയി മയക്കം പിടിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേണ്ട ഇതായിരിക്കും. ചിലപ്പോൾ ഇതൊരു അടുത്തൂടെ അങ്ങനെ ഒരു റോഡ് പോവാത്ത ഏരിയ ആയിട്ടായിരിക്കും സിനിമയിൽ പറയുക. അപ്പം നമ്മൾ അവിടെ പോയി നിന്നിട്ട് ആ ആംബിയൻസ് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് കാര്യമില്ല, കാര്യം അവിടെ ട്രാഫിക് കയറി വരും. അപ്പം നമ്മൾ എന്താണ്, ഒന്നിൽ വേറൊരു സ്ഥലത്ത് അതിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അതായിരിക്കും കയറി, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ളത് യൂസ് ചെയ്യാം. അത് ആംബിയൻസിന്റെ കേസ്. എഫക്ട്സിന്റെ കേസിൽ വണ്ടികൾ നമ്മൾ മിക്കവാറും എല്ലാ പടത്തിലും അതിന് വേണ്ടിയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യും. അതല്ലെങ്കിൽ ഓൾറെഡി റെക്കോർഡഡ് ട്രാക്ക്, ഇതിലെല്ലാത്തിലും ഇങ്ങനെ റെക്കോർഡഡ് ട്രാക്കുകൾ നമ്മൾ യൂസ് ചെയ്യും. പിന്നീട് വരുന്ന ഈ പറഞ്ഞ പോലെ പഞ്ചസ് ഇപ്പം ജിംഖാനയിൽ പഞ്ച് ചെയ്തെടുത്തു. അതെന്താണെന്ന് വെച്ചാൽ അത് ബോക്സിങ് ഗ്ലൗ ടോണിലുള്ള, അപ്പോൾ അത് എൻ്റെ കയ്യിലില്ല. നല്ല ലൈബ്രറിയും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആ ലൈബ്രറി പോകണമെന്നില്ല, എനിക്ക് അത് നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് എടുത്ത്, അതൊരാഗ്രഹമാണ്. ചിലപ്പോൾ ലൈബ്രറി കിട്ടിയേക്കാം അതിൻ്റെ, അത് വേണ്ട, നമുക്കത് നമ്മൾ തന്നെ റോ ആയിട്ട് എടുത്ത് നമ്മളതിനെ ഇമ്പാക്റ്റ് കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെയാണ് ഞങ്ങളതിനെ റെക്കോർഡ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നത്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ മഴ, തണ്ടർ, പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ്, ഇങ്ങനെയുള്ളതൊക്കെ. ഇപ്പം മഴയൊക്കെ ഇപ്പം ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പല മൈക്കുകൾ ഉപയോഗിച്ചിട്ട്. ഇപ്പൊ പെയ്യുന്ന മഴയൊക്കെ മാക്സിമം എടുത്തു വെക്കുന്നുണ്ട്. മഴയൊന്നും പിന്നെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ കിട്ടത്തില്ല. അതൊക്കെ അപ്പം നമ്മളെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത ലൈബ്രറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എന്റെ കയ്യിൽ അതിനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അല്ല, റെക്കോർഡ് ചെയ്യുന്നത് പല ലാൻഡ്സ്കേപ്പിൽ റെക്കോർഡ് അങ്ങനെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ എന്റെ ആ സ്റ്റുഡിയോയിൽ നിന്നിട്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ ഇതല്ലാതെ ചിലപ്പോൾ ഒരു ഫോറസ്റ്റില് ഇത് പോകുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു മൈക്ക് ഉണ്ട്, അത് ഫോണിൽ കണക്ട് ചെയ്യാവുന്ന മൈക്ക്. ചിലപ്പോൾ അതും കൊണ്ട് ഞാൻ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഒരു ശബ്ദം കിട്ടി കഴിഞ്ഞാൽ അത് എടുക്കും. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്, ഈ സൗണ്ട് ലൈബ്രറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു പ്രൊഫഷനാണ്. പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഗൺസൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഷോർട്ട് ഗൺ അതുപോലുള്ള വലിയ വലിയ ഗൺസൊക്കെ ഉണ്ടല്ലോ,
അത് ഹെലികോപ്റ്റേഴ്സ്, ഇതൊന്നും നമുക്കിവിടെ എടുത്ത് ചെയ്യാനുള്ള ഒരു ഇത് അത്ര ഈസി അല്ല. അപ്പൊ പുറത്ത് ഇതൊക്കെ റെക്കോർഡ് ചെയ്തത് വലിയ ലൈബ്രറി ബണ്ടിൽസ് ആയിട്ട്. ഇപ്പം ഹെലികോപ്റ്റേഴ്സ് ഒക്കെ തന്നെ പല സ്പീഡിൽ പോവുക, പല വേരിയേഷൻസ് ഉള്ളത് എടുക്കുക, അന്ന് ലാൻഡിങ്, ഇതെല്ലാം അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് അതിനൊരു സ്പേസ് എടുത്ത് ചെയ്യുന്ന ആൾക്കാരുടെ ലൈബ്രറീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ വാങ്ങും. ഈ ലൈബ്രറീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മള് ചെറിയ വർക്കിനൊക്കെ നമ്മൾ മ്യൂസിക് കോപ്പിറൈറ്റ് ഫ്രീ സോഫ്റ്റ്വെയർ എന്നൊക്കെ ഇപ്പോൾ ആർട്ട്ലിസ്റ്റ് പോലെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എപ്പിഡമിക് എന്നൊക്കെ പറഞ്ഞ സോഫ്റ്റ്വെയറിന് നമ്മൾ മ്യൂസിക് ഒരു വർഷത്തെ രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ട് ഇതുപോലത്തെ എല്ലാവർക്കും അവൈലബിൾ ആവുന്ന പ്ലാറ്റ്ഫോംസ് നിന്നാണ് ഈ ലൈബ്രറി സൈറ്റുകളുണ്ട്. അവർ ഇത്ര രൂപ ഇന്ന ലൈബ്രറിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ബൂം ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. അവരുടെ പർപ്പസ് തന്നെ അവർ ഓരോ പർട്ടിക്കുലർ സൗണ്ടുകളുടെ ഒരു വലിയ ലൈബ്രറി ഉണ്ടാക്കി സെല് ചെയ്യാന്നുള്ളതാണ്. ഇവിടെയുള്ള എല്ലാ സൗണ്ട് ഡിസൈനേഴ്സും കയ്യിൽ ഉണ്ടാവും ഈ ലൈബ്രറീസ് ഉണ്ടാവും. അതങ്ങനെ പറയാൻ കഴിയും ഏത് സോഫ്റ്റ്വെയറിന് എടുക്കാൻ? അല്ല, അതാ പറഞ്ഞത്, ബൂം ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. അവരുടെ പരിപാടി എന്ന് വെച്ചാൽ ഈ സൗണ്ട് എഫക്ട്സ് പാക്കേജുകൾ വിൽക്കുക എന്നുള്ളതാണ്. ആ ഗൺസ് ഉണ്ടാവും, റെയിൻ ഉണ്ട്, അവരുടെ സീ വേവ്സ് ഉണ്ട്. അതേപോലെ ഒരുപാട് സൈറ്റുകളുണ്ട്. സോണിസ് ഉണ്ട്, പ്രോ സൗണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇവരൊക്കെ അവരുടെ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള ശബ്ദങ്ങളെ റെക്കോർഡ് ചെയ്യുക, അത് ക്ലീൻ ചെയ്യുക, നെയിം ചെയ്യുക, സെല് ചെയ്യുക. അതിന് ഇത്ര $. ആയിരിക്കും. പല ശബ്ദങ്ങളും നമുക്ക് ഇവിടെ ഇല്ലാത്ത ശബ്ദങ്ങൾ ചിലപ്പം അവിടുന്ന് കിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു ക്രൈസ് ആട്ടോ, നല്ല ലൈബ്രറി നല്ല സൗണ്ട് കാണുമ്പോൾ അത് വാങ്ങിക്കുക, അത് കളക്ട് ചെയ്യുക എന്നുണ്ട്. ഒന്ന്, നമുക്കുള്ള ടെക്നോളജിയേക്കാൾ കുറച്ച് അഡ്വാൻസ്ഡ് ആണ് അവിടുത്തെ മൈക്കുകൾ അവൈലബിലിറ്റി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ഇപ്പം ഞാനൊക്കെ ഇപ്പം നമ്മളുടെ ഒരു വണ്ടി റെക്കോർഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടാൻ പാടാം. പിന്നെ ഇപ്പം ഈ മഴയത്ത് ഇപ്പം അടുത്ത പടത്തിന്റെ വണ്ടികൾ റെക്കോർഡ് ചെയ്യണം, മഴ മാറാൻ നോക്കിയിരിക്കണം. പർട്ടിക്കുലർ വണ്ടികളായിരിക്കും അതിനകത്ത് യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ആ റിലീസ് ഡേറ്റിനുള്ളിൽ ഇത് തീർക്കണം എന്നുണ്ടെങ്കിൽ ഇനി ആ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന കാര്യമില്ല. അപ്പോൾ പ്രീവിയസ്ലി റെക്കോർഡഡ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതുണ്ടോ നോക്കും, അങ്ങനെ അത് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കേസ് ഇപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയി റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥലമില്ല. പല സ്ഥലത്തും പോയി കഴിയുമ്പോൾ എന്തിൻ്റെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസും പരിപാടികളും ആയിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ മഴ പരിപാടികൾ ഉണ്ടാവും. പിന്നെ ചില സ്ഥലത്ത് പെർമിഷൻ കിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ആ വണ്ടി ചിലപ്പം ലൊക്കേഷനിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇത് പോയിട്ടുണ്ടാവും. ചിലത് ഓൺ ലൊക്കേഷൻ തന്നെ. ഇപ്പം കലിക്കൊക്കെ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഒരു 5 ദിവസത്തെ ഒരു മോക്ക് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ലോറിയും കാറും ഒക്കെ ഞാൻ പോയിട്ട് ആ സമയത്ത് ഇവിടെ വാഗമണ്ണും എനിക്ക് തോന്നുന്നു വാഗമണ്ണും ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് റെക്കോർഡ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ആ ലൈബ്രറി എനിക്ക് എവിടെയും കിട്ടില്ല. കാര്യം അത് ഹില്ലാണ്, ഹില്ലും ടേണിങ്ങും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ആ ഹില്ലിൽ ഓടിക്കുമ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ റെവും നമ്മൾ പോകുന്ന ഗിയറും ഇതെല്ലാം വ്യത്യാസം. പിന്നെ അതിനകത്ത് ഡ്രിഫ്റ്റ് ചെയ്യുന്നതും, പിന്നെ ഈ ഒരു മൂവ്മെന്റ്, വണ്ടി ക്ലോസ് വരുന്നു ബാക്ക് പോകുന്നു, ക്ലോസ് വരുന്നു ബാക്ക് പോകുന്നു, അതൊന്നും വേറെ ഒരു ലൈബ്രറിയിലും കിട്ടൂല. വണ്ടിയുടെ റെക്കോർഡ് ചെയ്യുമ്പോൾ വണ്ടിയുടെ പുറത്ത് നിന്നിട്ട് മൈക്കും എഞ്ചിൻ മൈക്കും എക്സോസ്റ്റ് മൈക്കും, പിന്നെ അല്ലാതെ ഇന്റീരിയറിലും അതേസമയം തന്നെ മൈക്കും. എന്നിട്ട് നമ്മൾ ഇതിനകത്തിരുന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ടാ പോവാ. അപ്പൊ അതേ മൂവ്മെന്റ്സ് റിക്രിയേറ്റ് ചെയ്യും, ഭയങ്കര സ്പീഡിൽ പോകുന്ന മൂവ്മെന്റ്സും. അപ്പൊ ഇത് അകത്തിരുന്നിട്ട് ഇത് പിടിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞ പണിയാണ്. അതിനകത്ത് ഹെവി ഡ്രിഫ്റ്റിങ്ങും 360 ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ അടിച്ചപ്പോൾ നമ്മൾ അതിനകത്തിരുന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നീട് ഒരവസ്ഥയിൽ നടക്കില്ല. കാര്യം അതിനു വേണ്ടിയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ക്ലീൻ സൗണ്ടുകൾ കിട്ടുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് അത് റെക്കോർഡ് ചെയ്യും. പക്ഷെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പൊ എനിക്കൊരു എന്താണ് ഒരു ഫോക്സ് വാഗന്റെ സൗണ്ട് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഔഡിയുടെ സൗണ്ട് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഔഡി ഓൾറെഡി പുറത്തുനിന്നുള്ള ഔഡിയും കിട്ടും, റെക്കോർഡഡ് ക്ലീൻ ആയിട്ട് റെക്കോർഡ് ചെയ്ത്. അല്ല എനിക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള സമയം കിട്ടില്ല, ചിലപ്പോൾ ആ വണ്ടി അവൈലബിൾ ആയിരിക്കില്ല, നമുക്ക് പുറത്തുള്ള ഈ പറയുന്ന കാലാവസ്ഥ അതിന് കറക്റ്റ് ആവില്ല. അപ്പോൾ then we will go for the library. അതുപോലെ നമുക്ക് കിട്ടാത്ത ഇപ്പോൾ ബോംബ് ബ്ലാസ്റ്റുകൾ, നമുക്കിപ്പോൾ ബോംബ് പൊട്ടിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പടത്തിൽ നമ്മൾ ഒരു ആറ്റം ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നൊരു ഇത് വരികയെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ലോഞ്ച്, ഇതൊന്നും നമുക്കായിട്ട് പോയി റെക്കോർഡ് ചെയ്യാനായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇത് ഓൾറെഡി ഈ സമയത്ത് പോയി അത് എടുത്ത് വെച്ചിട്ടുള്ളതുണ്ടാവും. പിന്നെ അതിന് അല്ലാതെ അതിൻ്റെ കൂടെ ചില ലേയേഴ്സ് ഇട്ട് അതിനെ ഡിസൈൻ ചെയ്തിട്ടാണ് അതിനെ നമ്മൾ റിയലിസ്റ്റിക് ആക്കുന്നത്. ഈ പർട്ടിക്കുലർ സിനിമയായിട്ട് ഇപ്പോൾ വിഷ്ണുവേട്ടൻ ചെയ്ത സിനിമകൾ വെച്ചിട്ട് ഏറ്റവും അങ്ങനെ എക്സൈറ്റിംഗ് ആയി പോയി റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ കലി പറഞ്ഞ പോലെ ഏതായിരിക്കും അങ്ങനെ ഒരു സിനിമ? ഉയരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റിന്റെ സൗണ്ടുകൾ. പിന്നെ എനിക്കൊന്ന് സൂര്യപോർട്ടിൽ
ആൻഡ് കിരൺ ജറ്റ് എന്ന് പറഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ പടമല്ലേ, അത് പർട്ടിക്കുലർ അതിന് അങ്ങനെ ഒരു സൗണ്ട് ഉള്ളതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല, പല സിനിമയിലും പല ശബ്ദങ്ങൾ അങ്ങനെ അങ്ങനെ എടുക്കണം. ഇപ്പം തുടരുമില്ല നോക്കുകയാണെങ്കിൽ ആ അംബാസഡർ കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ആണ്. അതിന്റെ ആ സ്ക്രീക്കും അതിന്റെ ആ ഷെയ്ക്കും പരിപാടികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് തന്നെ അത് അതിൽ പറയുന്നുണ്ടല്ലോ എന്താണ് മാർക്ക് 1. അപ്പൊ ആ എഞ്ചിന്റെ അത് തന്നെ ആയിരിക്കണം. അങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വേണ്ട ശബ്ദങ്ങൾ അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മലയും കുഞ്ഞിൽ ഏതായിരിക്കും റെക്കോർഡ് ചെയ്തത്? മലയും കുഞ്ഞില് ആംബിയൻസ് ഒക്കെ അവിടുന്ന് തന്നെ പോയി എടുക്കുക. കാര്യം എന്ന് വെച്ചാൽ മീൻസ് മലയും കുഞ്ഞ് സെറ്റ് ഇട്ടതാണല്ലോ, ഇത് ഈ അണ്ടർഗ്രൗണ്ട് അത് സെറ്റ് ഇട്ട അതൊന്നും പോയി ഒന്നും ചെയ്തില്ല. അതാ ഞാൻ പറഞ്ഞത്, അതിപ്പം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ലാൻഡ് സ്ലൈഡ് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം അതോടുകൂടി തീരുമാനമാവും. അപ്പോൾ അതാ പറയുന്നത്, അത് നമ്മൾ അവിടെയാണ് ഒരു ഡിസൈനർ എത്രത്തോളം അവിടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ചലഞ്ച് വരുന്നത്. കാര്യം ഇത് പലരും എൻ്റെ മൈൻഡിലുണ്ടായത് പലരും പറഞ്ഞു കേട്ടുള്ളൂ, ഇതെല്ലാം കൂടെ വലിയൊരു ബഹളം, വലിയ എന്തോ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വരുന്ന പോലത്തെ ഒരു സൗണ്ട്. കാര്യം ഇതിൽ അഫക്റ്റഡ് ആയ ആൾക്കാർ എന്ന് പറയുന്നത് പലരും മരിച്ചിട്ടുണ്ടാവും. വളരെ കുറച്ചുപേര് എസ്കേപ്പ് ആയവരുടെ എക്സ്പീരിയൻസ് അല്ലേ നമുക്കറിയുള്ളൂ ഇതിന്റെ ശബ്ദം എന്താണെന്നുള്ളത്. ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പം ഇതെല്ലാം റെഫറൻസ് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മളൊരു സാധനം ചെയ്യുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ മറ്റേ ജിംഖാനയുടെ റെക്കോർഡ് എന്ന് വെച്ചാൽ എനിക്ക് ആ ഗ്ലൗ ടു ഗ്ലൗ ടോൺ എൻ്റെ ഇതിലുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഫീൽ ചെയ്തിട്ടില്ല എന്താണ് ഈ ഉരുൾപൊട്ടലിന്റെ സൗണ്ട് എന്നുള്ളത്. അത് ചിലപ്പോൾ ഞാൻ ഫീൽ ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല, അല്ല ഞാൻ ഉണ്ടാവും. അങ്ങനെ പറയാൻ പറ്റില്ല ആ ശബ്ദം എന്താണെന്നുള്ളത്. അപ്പം പല ഇന്റർവ്യൂസിലും പല ന്യൂസ് ഇതിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള സാധനം വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്താണ്. ഈ ഉരുണ്ട് ഭൂമി ഇങ്ങനെ കുലുങ്ങി എന്തോ വലിയ സംഭവങ്ങളെല്ലാം കൂടെ വരുന്നു എന്നുള്ളൊരു. അപ്പം അതിനകത്ത് വെള്ളം ഉണ്ടാവും, ഒടിഞ്ഞു വീഴുന്ന മരങ്ങളുണ്ടാവും. അപ്പം പിന്നെ അതിന് മുമ്പുള്ള ആനിമൽസിന്റെ ഇത് അതും ഫോളോ ചെയ്തിട്ടാണോ ഈ പറഞ്ഞ ഡിസൈൻ ചെയ്തെടുക്കുന്നു പറഞ്ഞില്ല ഈ സൗണ്ട്? അതിലും ഫോളി ഒരു പാർട്ട് ആയിട്ട് വരും. ഫോളി ചില ശബ്ദങ്ങൾ അതിനകത്ത് ചെറിയ ചെറിയ ശബ്ദങ്ങളിലെ ഫോളി. ഇപ്പൊ വലിയ റോക്ക് വീഴുന്നൊന്നും ഫോളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ കല്ലുകൾ വീഴുന്നത് ചിലപ്പോൾ ഫോളിൽ ഉണ്ടാവും. ചെറിയ മറ്റേ സാൻഡിന്റെ ഡെബ്രി ഫോളിൽ ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ ലേയേഴ്സ് ഫോളിയുടെ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ കൂടുതലും നമ്മൾ സൗണ്ട് എഡിറ്റിൽ ഈ പറഞ്ഞ പോലെ പല ശബ്ദങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അതിനകത്ത് വേറൊരു ശബ്ദം യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിളിന്റെ അടിയിൽ മൈക്ക് വെച്ചിട്ട് മേളിൽ ഈ അമ്മിക്കല്ലിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എന്നിട്ട് അതിനെ നമ്മൾ പ്രോസസ് ചെയ്യും, അതിനെ കുറച്ചുകൂടെ വലിപ്പം കൂട്ടും, അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ അതിന്റെ ലേയേഴ്സ് ഉണ്ട്. പിന്നെ അതല്ലാതെ എനിക്കൊന്ന് ഒരു ബീൻ ബാഗിൽ മൈക്ക് അകത്ത് വെച്ചിട്ട് അതിനെ പ്രസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് പക്ഷെ അതിനെ നമ്മൾ ട്വീക്ക് ചെയ്യാന്ന് വെച്ചാൽ വേറെ ടോണിലോട്ടൊക്കെ മാറ്റും. ചിലപ്പോൾ അതിന്റെ ഹൈസ് ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ അതിന്റെ മുഴക്കം മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ പക്ഷെ ഒരു ക്ലോസ് റേഞ്ചിലുള്ള കംപ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയും കുഞ്ഞിൽ പിന്നെ ഞാൻ പറഞ്ഞ ആംബിയൻസ് അവിടെ പോയി കളക്ട് ചെയ്തു. വണ്ടികൾ, പഴയ ജീപ്പ്, അതൊക്കെ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തതാണ്. കാര്യം അവിടുത്തെ ആംബിയൻസിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൽ ഏരിയ ആണല്ലോ. അവിടെ ഉള്ള റിവേർബ് ഇവിടെ പോലത്തെ ആയിരിക്കില്ല. അപ്പോൾ ഒരു കിളി കരയുമ്പോൾ അത് ഭയങ്കര കുറച്ചുകൂടെ സ്പ്രെഡ് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ അവിടുത്തെ തണ്ടർ ഭയങ്കര രസമാണ്. അതവിടെ പോയി കേട്ടാലും മനസ്സിലാവും. അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കും. ഒരു തണ്ടർ ഇടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ പെട്ടെന്ന് ഒരു 3-4 സെക്കൻഡ്സിൽ അതിൻ്റെ ഇത് നിൽക്കുമെങ്കിൽ ഇതൊരു 10 സെക്കൻഡൊക്കെ ഇങ്ങനെ അവിടെ പോയി ഇടിച്ച് അപ്പുറത്തെ മല പോയി ഇടിച്ച് ഇപ്പുറത്തെ ഇതിങ്ങനെ കിടന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ട്. അത് ഭയങ്കര രസം. പിന്നെ അവിടുത്തെ ടെറൈൻ മാറുമ്പോൾ അവിടുത്തെ ഒന്നാമത് ബേർഡ്സിൻ്റെ ഇത് മാറും. പിന്നെ ഈ മഴ പെയ്തതിന് ശേഷം നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഒരേ സ്ഥലത്ത് മഴ പെയ്യാത്തപ്പോഴും മഴ പെയ്തതിന് ശേഷവും നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ സ്ഥലത്ത് മഴ പെയ്യുന്നൊരു സമയമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒക്കെ വ്യത്യാസമുണ്ട്. അത് പോയി മൊത്തം ഒറിജിനലി ആ വീടിനകവും പുറവും ആ ബൈക്കും മറ്റേ ജീപ്പും ഇതെല്ലാം റെക്കോർഡ് ചെയ്തു. പക്ഷേ ഉരുൾപൊട്ടലും അതിനുശേഷം ഈ ക്യാരക്ടർ അടിയിൽ പോയിട്ടുള്ള ശബ്ദങ്ങളെല്ലാം ഡിസൈൻ ചെയ്തെടുത്താണ്. അതിനകത്ത് അടിയിൽ പോയിട്ടുള്ളത് ഫോളിയുടെ ഏരിയ എന്ന് വെച്ചാൽ ഇതിനകത്തൂടെ നീങ്ങുന്നതിൻ്റെ ഇതിനകത്ത് നിന്ന് പുറത്തു വരാൻ എടുക്കുന്ന സ്ട്രഗിൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ മറ്റേ ഡേർട്ടിനകത്തൂടെ പോകുന്നതും പിന്നെ ചെറിയ ചെറിയ ഡ്രോപ്സ് അതൊക്കെ ഫോളിയുടെ ലേയേഴ്സാണ്. ഈ മൂവ്മെന്റ്സ് മൊത്തം ഫോളിയാണ്. പക്ഷേ അതിനെ നമ്മൾ അഡീഷണലി ഇത് ചെയ്യും. പക്ഷേ ഈ വാട്ടർ സ്ട്രീംസ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു ഡ്രോപ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്ട്രീം പോകുന്നുണ്ടാവും, മേളിൽ ഒന്നുള്ളൊരു മുഴക്കം. ഇതിനകത്തൊരു ഒരു ക്ലോസ്ട്രോഫോബിക് ആയിരിക്കുമല്ലോ അവസ്ഥ. അപ്പോൾ അതെല്ലാം ഡിസൈൻ ലേയേഴ്സാണ്. അപ്പോൾ അതിനകത്തൊരു സംഭവിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ
ആദ്യം അത് മ്യൂസിക് ഇത്രയും വേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് റഹ്മാൻ സാർ ചെയ്തു വന്നപ്പോൾ നിറച്ച് ഫില്ല് ചെയ്താൽ വന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ അതിനെ മ്യൂട്ട് ചെയ്യാൻ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. മ്യൂട്ട് ചെയ്യാൻ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് തിയേറ്ററിൽ ആൾക്കാർ കൊറോണ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്ന സമയം. KGF ഒക്കെ വന്നിട്ട് ഭയങ്കര ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് കണ്ടിട്ട് ആൾക്കാർ വരുന്ന സമയം. അപ്പോഴൊക്കെ നമ്മൾ ഈ ഒരുപാട് സൈലൻസ് ആയിട്ട് ഒരു പടം കൊണ്ട് ഇറക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ട് നമ്മൾ മ്യൂസിക് ഫില്ല് ചെയ്തതിന്. പക്ഷേ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന്റെ സ്ട്രഗിൾ മിസ്സായിപ്പോയി. ഈ സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നത് ഈ നിരങ്ങി പുറത്തേക്ക് വരുന്നതും അപ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ടെന്നുള്ള ഫീൽ വരും. ഇതെല്ലാം മിസ്സാവുമ്പോൾ, കാര്യം നമ്മൾ ഈ ശബ്ദങ്ങൾ മാത്രം കേൾക്കുമ്പോൾ നമുക്കിത് എങ്ങനെയും പിന്നെ അതൊന്ന് പുറത്തിറങ്ങാൻ മതി എന്നുള്ളൊരു തോട്ട് വരും. ഇപ്പോൾ മ്യൂസിക് ഇല്ലാതെ ഇത് കേൾക്കുന്ന സമയത്ത് മഹേഷണ്ണൊക്കെ എല്ലാവർക്കും ഫിയർ വന്നു, ഇത് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകും, കാര്യം ഇത് ഫീൽ ചെയ്യാൻ പറ്റാതെ. ഇപ്പോൾ എനിക്ക് പോലും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സഫിക്കേഷൻ വരും, ക്ലോസ്ട്രോഫോബിയ ഫീൽ വന്നിട്ട്. നമ്മൾ ആ ഇമോഷനൊക്കെ കിടക്കുന്നത് ചിലപ്പോൾ ആ ഫോളി സൗണ്ടുകളിലായിരിക്കും. സൗണ്ട് ഡിസൈനിങ് പാർട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സംവിധായകനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു സംവിധായകൻ തരുന്ന ഫീഡ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഫീഡ് ഉണ്ടോ ശരിക്കും, അതോ വിഷ്വൽസ് കണ്ട ശേഷമുള്ളൊരു ഡിസ്കഷൻ ആയിരിക്കും? രണ്ട് രീതിയിലുണ്ട്. അത് ഓരോ ഡയറക്ടേഴ്സ് അവരുടെ സിനിമയിൽ എങ്ങനെ സൗണ്ടിനെ കാണുന്നു എന്നുള്ളതുകൊണ്ട്, എന്താണ് അതിന് ഇമ്പോർട്ടൻസ് അവർ കാണുന്നു എന്നുള്ളത് അനുസരിച്ചാണ്. അപ്പോൾ അത് കാണുന്ന ഡയറക്ടേഴ്സ് അവർക്ക് വേണ്ടത് പറയും. ചിലപ്പോൾ ആ പറയുന്നതിലായിരിക്കത്തില്ല നിൽക്കുന്നത്, അതിൻ്റെ മേളിൽ പോകേണ്ടതുണ്ടാവും. പക്ഷെ ആ പറയുന്നത് എന്തായാലും അവർ ഫീൽ ചെയ്ത് തന്നെ പറയുന്നത്, അതിനെ മാച്ച് ചെയ്യണം നമ്മൾ. എന്തായിരിക്കും ഇപ്പോൾ തുടരുമിന് മുമ്പ് തരുൺമൂർത്തി അത് തുടരുമിൻ്റെ ഒക്കെ എത്രയോ ദിവസം ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് അവൻ എനിക്കൊരു ആനയുടെ ശബ്ദം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലാണെന്ന് തോന്നുന്നു എനിക്ക് അയച്ചു തന്നിട്ട്, ഒരു നമ്മളിതുവരെ കേൾക്കാത്ത ആനയുടെ ഒരു ചിഹ്നം വിളി. അളിയ ഇങ്ങനെ ശബ്ദം ഉണ്ടോ നിൻ്റെ കയ്യിൽ? ഞാൻ ചോദിച്ചു എന്താ അളിയ, നമ്മളൊരു പരിപാടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. തുടരുമിൻ്റെ ആദ്യകാലത്തുണ്ട് കുറെ മുമ്പുള്ള സ്ക്രിപ്റ്റ് ആണല്ലോ, അതിൽ ഈ ഒരു അഡീഷൻ ഒന്നുമില്ല. ഇതൊക്കെ തരുൺമൂർത്തിയുടെ ഇതാണ്. അപ്പം ഇതിനകത്ത് ലാലേട്ടൻ എന്ന് പറയുന്ന ലാലേട്ടൻ ഷൺമുഖൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒറ്റക്കൊമ്പനായിട്ട് ആനയായിട്ട് മെറ്റഫറിക്കലി കണക്ട് ചെയ്യാന്നുള്ളത് അത് മ്യൂസിക്കിലല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ സൗണ്ടാണ് പ്ലേ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ആശാൻ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടെന്ന്. അപ്പൊ അത് എനിക്ക് ഒരു ചെറിയ സ്പേസ് ആയിരുന്നു. പിന്നെ എനിക്കവിടെ ഫീൽ ചെയ്തിട്ട് എനിക്കതിനെ എങ്ങനെ തിയേറ്ററിക്കലി ആ ക്യാരക്ടറിനെ കണക്ട് ചെയ്യാന്നുള്ളതനുസരിച്ച് ഞാൻ അവിടെ വർക്ക് ചെയ്ത് അതിനെ എൻ്റെ മാക്സിമത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പല ലേയേഴ്സും ഇപ്പം എടുത്തറിയണം എന്നില്ല. അപ്പൊ ലാലേട്ടൻ സ്ക്രീനിൽ വരുമ്പോഴും ലാലേട്ടൻ്റെ ഒരു പോയിന്റിന് ശേഷം ഒരു മൂഡ് മാറുന്നുണ്ടല്ലോ, അവിടെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഇപ്പം ആ ജയിൽ ഫൈറ്റിനിടയ്ക്ക് മറ്റേ ആ ഒരു മാസ് സീൻ കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ കൈയാക്കുന്നിടത്ത് ഇട്ടിരിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്, അത് ആനയുടെ ഗ്രൗളിങ്ങാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് അൾട്രാ ലോ ഫ്രീക്വൻസിയിലുള്ളൊരു വൈബ്രേഷൻ ഉണ്ട്. അതൊക്കെ കറക്റ്റ് സ്പീക്കേഴ്സിൽ കാലിബ്രേറ്റുള്ള സ്പീക്കേഴ്സ് കിട്ടുന്ന ശരിക്കും ആ വൈബ്രേഷൻ ഇവിടെ അല്ലാതെ ഇവിടെ കിട്ടും. ശരിക്കും അവിടുന്ന് ആ ക്യാരക്ടറിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നത് അവിടെ ഒരു ആ മെറ്റഫോറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സൗണ്ടുകൾ. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറേയധികം ലൈബ്രറീസ് കളക്ട് ചെയ്തിട്ടുണ്ട് ആനയുടെ. പിന്നെ ഒരു ലൈബ്രറി വാങ്ങിച്ചിട്ടുണ്ട് പുറത്തുനിന്ന്, നല്ല രസമായിട്ട് ചെയ്ത ലൈബ്രറി വാങ്ങിച്ചിട്ടുണ്ട്. ഈ ആനയുടെ ഒക്കെ ലൈബ്രറി ദിവസങ്ങളോളം നിൽക്കണം പല ശബ്ദങ്ങളും കിട്ടണം എന്നുണ്ടെങ്കിൽ, ഈ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലത്തിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പലത് റെക്കോർഡ് ചെയ്തതും അല്ലാതെ പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്ത ലൈബ്രറി ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ്. അപ്പോൾ അവൻ ആ സ്പേസിനെ കണ്ടതുകൊണ്ട് അപ്പോൾ അതെല്ലാം ഭയങ്കര കണക്ഷനാണ് കേട്ടോ. ഇപ്പോൾ ആന തുടക്കം എഴുതി കാണിക്കുന്നുണ്ട്, വെൻ ആൻ എലിഫന്റ് വാക്സ് ഫോറസ്റ്റ് വാക്ക് വിത്ത് ഹിം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് ബേസിക്കലി. അപ്പോൾ അവിടെ അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. അവിടെ നമ്മൾ ബേസിക്കലി ആ ആനയുടെ ഫുഡ് സ്റ്റെപ്സും ആ ഇതും അവിടുന്ന് കണക്റ്റായി ആ ഉരുൾപൊട്ടലിലേക്ക് പോവാം. അപ്പോൾ ഇമോഷണലി അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ക്യാരക്ടറിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്ലാസ്റ്റാണ് ലിങ്കായി ഉരുൾപൊട്ടലുമായിട്ട് മെറ്റഫോറിക്കലി കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് കാട്ടിലെ ആനയുണ്ട്. അപ്പം ഈ ആനയുടെ സൗണ്ടുകളൊക്കെ പല സ്ഥലങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. അത് അത്ര ഒബ്വിയസ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവില്ല, പക്ഷേ സബ് ഫ്രീക്വൻസി ഫ്രീക്വൻസി ലെവലിൽ ഊഫേഴ്സിൽ കേൾക്കാൻ വേണ്ടി ലോ ഫ്രീക്വൻസി ലെവലിൽ അതിങ്ങനെ ഉണ്ട്. ഫൈറ്റിനിടയ്ക്കുണ്ട് പല സ്പേസിൽ. ഇപ്പം ലാലേട്ടൻ്റെ ഫേസ് പിടിച്ചിട്ട് മറ്റേ ജോർജ് ഇങ്ങനെ മുഖം ഇങ്ങനെ കൊല്ലുന്നു, അവിടെയൊക്കെ അതിൻ്റെ സബ് ലെയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എക്സൈറ്റ്മെന്റ് ശരിക്കും ഈ പറഞ്ഞ ആനയുടെ വോയിസും
ഈ കാടിന്റെ ആംബിയൻസും തന്നെയാണോ, അതോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീൻ ഉണ്ട്? ഫൈറ്റ് ഉണ്ട്. പ്രത്യേകിച്ചും ഇതിനകത്ത് ഒരു തുടരുമിൻ്റെ ഒരു സാധനം എന്ന് വെച്ചാൽ ഇത് ഫാൻസ് ഉണ്ടല്ലോ. ഇപ്പം ഞാനും ഒക്കെ ലാലേട്ടൻ ഫാനാണ്. അപ്പം ലാലേട്ടൻ വന്നിട്ട് സ്ക്രീനിൽ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ഇത് ചെയ്യുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടണം. അത് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. കാര്യം എന്തെങ്കിലും ഒരു യൂണിക്ലി അതിനൊന്ന് വേരിയേഷൻ കിട്ടണം. ഈ പറഞ്ഞ തിയേറ്റർ കുലുങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഫാൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കുലുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനിടയ്ക്ക് അതിൽ പണിയെടുത്ത് അതിൽ ത്രില്ലാവുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചിലപ്പം ജേക്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചില സ്ഥലങ്ങളിൽ ചില ബ്രേക്കുകൾ വേണ്ടി വരും. ആ പഞ്ച് ഫുൾ ഇമ്പാക്റ്റിൽ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ ചിലപ്പം ഫുൾ ഇതിൽ മ്യൂസിക് ഇരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടില്ല. ഒരു ലിമിറ്റിന് വേണ്ടി നമുക്കിത് കൂട്ടാനും പറ്റില്ല. കൂട്ടിയാൽ അത് കൂടില്ല. കാര്യം ഇതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. നമുക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പരിധിക്കുള്ളത് കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അവിടെ ക്രിയേറ്റീവ്ലി കോൾ എടുക്കണം. ഞാനും തരുണും ജേക്സും കൂടി ഇരുന്നിട്ട് അവിടെ സൗണ്ടിന് സ്പേസ് കൊടുക്കാം. ഇപ്പം റെയിൻ ഫൈറ്റ് അവിടെയൊക്കെ ജേക്സ് അതിനനുസരിച്ച് ഡിസൈൻ അനുസരിച്ച് വർക്ക് ചെയ്ത ക്ലൈമാക്സ്. കാര്യം അവിടെ ആ പഞ്ച് ഫീൽ ചെയ്യണം. ശരിക്കും അത് ലാലേട്ടൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആൾക്കാരവിടെ ഓഡിയൻസ് അവിടെ ഫീൽ ചെയ്യണം, ജോർജിന് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഈ എൻ്റെ അണപ്പല് തന്നെ എടുക്കുന്നത് ദേഷ്യം വന്നിട്ട്, കാര്യം ആ ഇമോഷനെ നമ്മൾ മീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഏരിയയിലൊക്കെ ത്രൂ ഔട്ട് പടത്തിൽ ഈ ആനയുടെ ഇതല്ലാതെ സൗണ്ട് ട്രാക്ക് എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് അതെല്ലാ പടത്തിലുണ്ട്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഞാൻ വർക്ക് ചെയ്തത് അങ്ങനെയാണ്. തരുണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ, ജേക്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും ഒക്കെ ഈവൻ ഷഫീഖിന്റെ എഡിറ്റിൽ ഒരുപാട് സ്പേസ് അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പല കട്ടുകളും. അപ്പം ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ തുടങ്ങിയിട്ട് ആ ക്യാരക്ടറിന്റെ മൂഡ് മാറുന്നതൊക്കെ സൗണ്ടിലാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ആ തലേദിവസം കേട്ട ശബ്ദങ്ങൾ, തലേദിവസത്തെ രാത്രിയിൽ നടന്ന അതുവഴി പാസ് ചെയ്ത് പോകുന്ന ആ ഫോക്ക് ഇതുണ്ടല്ലോ, ആ ഉത്സവത്തിന്റെ സൗണ്ടുകൾ, ഇതെല്ലാം നമ്മൾ വീണ്ടും സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ പുള്ളി ഞെട്ടുന്നിടത്തൊക്കെ യൂസ് ചെയ്തു. അപ്പൊ അതൊക്കെ തരുൺ എന്ന് പറയുന്ന ഡയറക്ടർ സൗണ്ടിനെ യൂസ് ചെയ്യുന്ന രീതിയാണ്. അപ്പം രസമാണ് അങ്ങനെയുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ തരുൺ ഒരു ഡയറക്ടർ, പിന്നെ അൽഫോൺസ്, മഹേഷ് നാരായണൻ, ഖാലിദ് റഹ്മാൻ, ഇവരൊക്കെ ഭയങ്കര രസമായിട്ട് സൗണ്ടിനെ. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് പ്രാങ്കുടി ഷാപ്പാണ് ഈ അടുത്തിടയ്ക്ക്. ഞാൻ പറഞ്ഞത് അത് എന്താ വെച്ചാൽ ഭയങ്കര രസമാണ്. ശ്രീരാജ് ഇതേപോലെ ഈ ഓരോ ഡയറക്ടേഴ്സ് നമ്മൾ ഓരോ സിനിമയിൽ കാണിക്കുന്ന നമ്മൾ ഐ മീൻ പല സിനിമകളിലൂടെ അവർ തിരിച്ചറിഞ്ഞു വന്നിട്ട് അവരുടെ സ്ക്രിപ്റ്റിൽ എഴുതുമ്പോൾ ആ സൗണ്ടിന് സ്പേസ് ചെയ്തിട്ടുള്ളൊരു വളർച്ചയുണ്ടല്ലോ. അപ്പൊ അതിലൂടെ ഇപ്പൊ കടന്നു പോകുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മളും ഗ്രോ ആവുന്ന അങ്ങനെ. എല്ലാ കാലത്തും നമ്മൾ കാണിക്കുന്നത് മാത്രം ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ലിമിറ്റേഷനിൽ നിൽക്കും. ഇതങ്ങനെയല്ല. ഇതിപ്പം ശ്രീരാജ് ആ പടം ചെയ്യുന്നതിന് മുമ്പ് ശ്രീരാജിന്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, തൂമ്പ എന്ന് പറഞ്ഞിട്ട്. അതിലേ ശ്രീരാജ് അത് കണ്ടപ്പോഴെങ്കിൽ മനസ്സിലായി എനിക്ക് ഈ പടത്തിൽ കിട്ടാൻ പോകുന്ന സ്പേസ് അത്യാവശ്യം ഉണ്ടായിരിക്കും എന്നുള്ളത്. ശ്രീരാജ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങളിങ്ങനെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ പോലെ ശ്രീരാജ് പറഞ്ഞിട്ടുണ്ട് സൗണ്ടിൽ ഒരുപാട് പരിപാടി ഉണ്ട് കേട്ടോ, പക്ഷെ എന്താണെന്ന് ശ്രീരാജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നല്ല, സോറി. അത് എടുത്തു വന്നു കഴിയുമ്പോൾ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് ഒരു ലെയർ ഫോം ആയിട്ടുണ്ടാവും. പക്ഷെ അതിനെ എങ്ങനെ എന്തൊക്കെ ലെയേഴ്സ് ഉപയോഗിക്കണം, എങ്ങനെ ആ സൗണ്ടിനെ ഡിസൈൻ ചെയ്ത് എടുക്കണം എന്ന് പറയുന്നത് ഇപ്പം എനിക്കുണ്ടാവുന്ന ഒരു തോട്ട് പ്രോസസ്സാണ്. അപ്പൊ അതൊരു എന്താ പറയുന്നത് ഭയങ്കര ഒരു ഇമാജിനറി ലെവലിൽ നിൽക്കുന്ന സാധനമാണല്ലോ, ഒരു ഫിസിക്കൽ സാധനമല്ല. ഇത് ഇന്നതായിട്ട് ഇങ്ങനത്തെ ഈ ഷേപ്പിൽ വരണമെന്ന് പറയാം. അപ്പോൾ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രീരാജ് കണ്ടപ്പോൾ ശ്രീരാജ് ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് പറഞ്ഞു, വിഷ്ണു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ട്രാൻസിഷൻസ്, അതായത് ഷാപ്പിലേക്ക് പോകുന്ന കട്ട് തിരിച്ചു വരുന്ന കട്ടൊക്കെ ഞാൻ മ്യൂസിക് ഇല്ലാതെ സൗണ്ടിൽ പോവാം. ഇപ്പം ഖാലിദൊക്കെ എന്ന് വെച്ചാൽ വളരെ സ്പെസിഫിക് ആണ്. അവനത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ പറയുള്ളൂ. കിട്ടിയാൽ എക്സൈറ്റഡ് ആവുന്ന കൂട്ടത്തിലൊന്നും. അത് കറക്റ്റ് അല്ലെങ്കിൽ അത് പറയും. എന്താ ഇപ്പൊ ജിംഖാനയുടെ മുന്നേ ഈ പറഞ്ഞ പോലെ ഫീഡ് എന്തായിരിക്കും? ജിംഖാനയുടെ മുന്നേ പറഞ്ഞ ഫീഡല്ല. ജിംഖാന ഞാൻ ഷൂട്ടിംഗ് സമയത്ത് പോയി എൻ്റെ അവിടുത്തെ ക്രൗഡൊക്കെ എടുത്തിരുന്നു. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സാധനം എന്ന് വെച്ചാൽ ഇതായിരുന്നു, അളിയ ഇതിനകത്ത് പഞ്ചിന്റെ സൗണ്ട് നീ ഉണ്ടാക്കുന്ന എനിക്കറിയാം, പഞ്ച് ഇല്ലാത്തതിന്റെ സൗണ്ട് നീ എങ്ങനെ ഉണ്ടാക്കും, പഞ്ച് കൊള്ളാത്ത പഞ്ചിന്റെ സൗണ്ട് ഉണ്ടല്ലോ അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനാണെന്നുണ്ടെങ്കിൽ കൃത്യം ഇതുപോലെ ഉണ്ടാണല്ലോ ഞങ്ങൾ ഫസ്റ്റ്. അപ്പൊ പ്രേമം ചെയ്ത് കഴിയുന്ന സമയത്ത് അനുരാഗ് അരിക്കുമ്പളത്തിൽ തൊട്ടേ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അവൻ വിളിച്ചിരുന്നു. അതിനുശേഷം ഉണ്ടയിലാണ് വർക്ക് ചെയ്യാൻ പറ്റും.
അതിനകത്ത് ഇതിലും ഭയങ്കര ഇതായിരുന്നു വെച്ചാൽ തോക്കുകളും അതിന്റെ തോക്ക് അഴിച്ചു പണിഞ്ഞതൊക്കെ. ആ സമയത്ത് ആശാൻ ഇത് പറഞ്ഞു, നീ ഇങ്ങനെയാ തോക്കിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി. അതിൽ കുറെ ഫോളി ഉണ്ട്, ഫോളിയുടെ ബ്രില്യൻസ് ഉണ്ട്, ഫോളി ആർട്ടിസ്റ്റിന്റെ ബ്രില്യൻസ് ഉണ്ട്, പിന്നെ അതല്ലാതെ നമ്മൾ ലെയർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ ട്രസ്റ്റിൽ നിന്നിട്ടാണ് പറയുന്നത്, നീ കൊള്ളാത്ത ഇടിയ സൗണ്ട് നീ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ അത് കേൾക്കണം. അതിനകത്ത് ഒരു ക്യാരക്ടർ ഒരെണ്ണമെങ്കിലും കൊള്ളിക്കടാന്ന് പറയുന്നില്ല. അപ്പൊ അവിടെ പ്യുവർ സൈലൻസ് വന്നാൽ പറ്റില്ല. അപ്പൊ നമ്മൾ ഊഷും ക്ലോത്തിന്റെ മൂവ്മെന്റ്സും അതെ അത് വെച്ചിട്ട് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ പഞ്ചസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം അവൻ അറിയുമ്പോൾ അതിൽ പുള്ളി ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ പണിയെടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. പിന്നെ ഭയങ്കര സെൻസാണ് സൗണ്ടിൽ. പറയുന്ന പോലെ വന്നിരുന്നു കഴിഞ്ഞാൽ മ്യൂസിക്കിൽ ക്ലാഷ് ഉള്ളതൊക്കെ ഇപ്പം തിരക്ക് കാരണം ചില അവസ്ഥകളിൽ ഇപ്പം എനിക്ക് വിഷ്ണുവിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോയ അവസ്ഥകളുണ്ട്. കാര്യം ഫുള്ള് ഫൈറ്റും നിറച്ച് സ്കോറുമാണ്. അപ്പോൾ ഒരു റീലൊക്കെ വന്നിട്ട് അളിയും പറഞ്ഞ എടാ ഇത് നമുക്ക് കുറച്ച് ബ്രേക്കുകൾ എടുക്കണം, അവിടെ ഇവിടെയൊക്കെ ചിലത് മ്യൂട്ട് ചെയ്യണം, പിടിക്കണം, പരിപാടിയൊക്കെ പിടിക്കണം. പിന്നെ ഇടയ്ക്ക് ചില പഞ്ചസൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് തുടക്കത്തിൽ 2-3 പഞ്ച് മിസ്സായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് കിട്ടും. പിന്നെ അവൻ കേട്ടിട്ട് പറഞ്ഞത് പഞ്ചസ് കുറച്ചുകൂടെ ഇത് കുറയ്ക്കണോ കൂട്ടണോ അങ്ങനെ എന്തോ പറഞ്ഞു. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം റിയൽ സൗണ്ട് അവൻ്റെ ചെവിയിലുണ്ട്. ഒരു സൗണ്ട് കറക്റ്റായിട്ട് അവൻ ഇതുപോലെ പറഞ്ഞിട്ട് ആ ഫേസിൽ കൊള്ളുന്നത് കുറച്ചുകൂടെ ഒന്ന് ഒരു ഷാർപ്പാക്കാൻ പറ്റും. അപ്പം എനിക്ക് മനസ്സിലായി നീ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒരു അറ്റാക്ക് മിഡല്ലേ, ഇപ്പം ഇരിക്കുന്ന കുറച്ച് മുഴക്കത്തിലായിരിക്കുന്നല്ലേ. അതെ എന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ കറക്റ്റാണെന്ന് അത് കിട്ടും. ഇതുപോലെ സെൻസുള്ള ആളായിരുന്നു സച്ചേട്ടൻ. അയ്യപ്പനും കോശിയും ചെയ്യുന്ന സമയത്ത് സച്ചേട്ടനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സച്ചേട്ടൻ മറ്റേ അട്ടപ്പാടിയിൽ ഞങ്ങൾ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അട്ടപ്പാടിയിൽ ഭയങ്കര കാറ്റാണ് കണ്ടിന്യൂസ്ലി. അപ്പോൾ ആദ്യം അന്ന് രാത്രിയിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ സച്ചിൻ്റെ അടുത്ത്, സച്ചേട്ടാ എനിക്കിവിടെ ഫീൽ ചെയ്തൊരു കാര്യം, കാറ്റ് ഭയങ്കര രസമുണ്ട് കാറ്റ്. അപ്പോൾ ഇങ്ങനെ സച്ചിൻ ജയൻചേട്ടനുണ്ട് അസോസിയേറ്റ്, ചീഫ് അസോസിയേറ്റ്. ഞാൻ പറഞ്ഞില്ലേ. അപ്പം കാറ്റ് കാറ്റാണ് ഇവിടുത്തെ ഒരു സാധനം. അപ്പം അങ്ങനെ വന്നിട്ട് അയ്യപ്പൻ കോശിലെ ഒരു സീൻ എനിക്ക് തോന്നുന്നു ഏതോ ഫസ്റ്റ് സീൻ ഏതോ ഒരു സീനിൽ ഞാനിങ്ങനെ കാറ്റിന്റെ പ്ലേ ചെയ്ത് കഴിഞ്ഞ് ജെക്സിന്റെ സ്കോറും വന്നു. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞിട്ട് സച്ചിനെ ഫസ്റ്റ് വന്ന് കണ്ടപ്പോൾ ഒന്നും അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് ഇതായി ചെറിയ വിഷമമായി, കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ സച്ചിൻ എന്തോ ഒന്നും പറയാതെ എന്താ ഞാൻ പറഞ്ഞ അവിടുത്തെ കാറ്റ് കേട്ടില്ലല്ലോ. അപ്പം ഞാൻ മ്യൂസിക് മ്യൂട്ട് ചെയ്തിട്ടൊന്ന് കേൾപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ മ്യൂസിക് മ്യൂട്ട് ചെയ്തിട്ട് കേൾപ്പിച്ചിട്ട് ഇതാണ് അവിടുത്തെ ഇമോഷൻ, ഇത് കേട്ടില്ല. ഞാൻ പറഞ്ഞു അവിടെ ജെക്സിന്റെ സ്കോറിലും ഇമോഷനുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് ആ സ്കോർ അവിടെ പ്ലേസ് ചെയ്യണ്ട, നീ കാറ്റ് വെക്ക്, കാറ്റാണ് അവിടെ ശരിക്കും. അത് വന്നപ്പോഴാണ് കറക്റ്റ് ആയെന്നു ഞാൻ പറയാൻ കാര്യം. അത് അവിടെ മ്യൂസിക്കിന്റെ ഇതല്ല ഞാൻ പറയുന്നത്, ആ ഒറിജിനൽ സാധനം വരുമ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് ആ ഒരു ഡയറക്ടറിന്. അപ്പൊ ആ തിരിച്ചറിവ് അടുത്ത പടത്തില് അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ല കൺസീവ് ചെയ്യുമ്പോൾ ഇത് മൈൻഡിൽ ഉണ്ടാവും. ആ ഗ്രോത്ത് ചിലപ്പോൾ ഇങ്ങോട്ടുള്ള സജഷൻസ് ആയിട്ട് മാറും, ഇങ്ങനെ വേണം എന്നുള്ളതാവും. രണ്ടാമത്തെ പടത്തിന് സച്ചേട്ടൻ പോകുന്നതിനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞതായിരുന്നു വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ പടം. അതിപ്പോ ഞാനല്ല ചെയ്യുന്നത്. അതില് ഈ പറഞ്ഞ പോലെ ഇന്ന സ്ഥലത്താണ് എൻ്റെ പരിപാടി നടക്കുന്നത്. അപ്പം നിന്റെ സൗണ്ട് അതിൻ്റെ പശ്ചാത്തല സംഗീതം ആവണം. ജെക്സും ഉണ്ടാവും, പക്ഷെ ശബ്ദവും ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഇത് മറ്റേ അയ്യപ്പനും കോശിയും പിന്നെ ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും സച്ചിൻ അതിൽ ത്രില്ഡാവാൻ തുടങ്ങിയത്. അപ്പൊ ആ ബുള്ളറ്റും കുറച്ചുകൂടെ ഒന്ന് നെഞ്ചത്ത് കിട്ടണം. അപ്പോൾ ഏതോ ഒരു സീനിൽ പൃഥ്വിരാജ് വൈഫിനെ അടിക്കുന്ന ഒരു ഇതുണ്ട്. പെട്ടെന്ന് കിട്ടിട്ട് പറഞ്ഞു ഇതല്ലല്ലോ ഫ്ലഷിൽ കൊള്ളുന്ന സൗണ്ട്. സച്ചേട്ടാ ഇത്രയും മ്യൂസിക്കിനിടയ്ക്ക് കൂടെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എൻഹാൻസ് ഉണ്ട്. ഇത് നീട്ടിരിക്കുന്നത് ഗുണ്ടകളെ അടിക്കുന്ന ശബ്ദമാണ്. അപ്പൊ അതിനകത്ത് ശരിക്കും ഫ്ലഷിൽ അടിക്കുന്ന ലെയർ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മ്യൂസിക് അപ്പൊ അത്രയും കുറച്ച് ഇമോഷണലി പീക്ക് മൊമെന്റ് ആണ്. അപ്പൊ മ്യൂസിക് നീ കുറച്ചു, എനിക്ക് ആ ശബ്ദം അതുപോലെ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് ആക്ച്വലി കറക്ഷൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അത് റിയലൈസ് ചെയ്യുന്ന ഒരാളാണല്ലോ എന്നുള്ളത് ഒരു തിരിച്ചറിവ് ഭയങ്കര സന്തോഷമുള്ള കേസാണ്. അപ്പൊ അതിനിടയ്ക്കൊരു സച്ചിൻ അപ്പുറത്തോട്ടൊക്കെ ആരോഗ്യം തിരിഞ്ഞിട്ട് നീ വന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ അതിനകത്ത് ഒരു ലെയർ ഉണ്ട്, ഞങ്ങൾ തന്നെ ഇങ്ങനെ അടിച്ചെടുത്തൊരു ലെയർ ബോഡിയിൽ അടിച്ച് റെക്കോർഡ് ചെയ്തിട്ട് അതിട്ടപ്പോൾ ഇത് ഈ സൗണ്ടാണ് എനിക്ക് വേണ്ടത്, ഇതാണ് കൃത്യ സൗണ്ട്. അപ്പൊ ഓക്കെ അടിപൊളി. അപ്പം ഇനിയും അടുത്ത പടം സച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഈ സെൻസുള്ള ഒരു സ്പേസ് ആയിരിക്കുമല്ലോ കിട്ടുന്നതെന്നുള്ളൊരു ഇതുണ്ട്. അത് ഉണ്ട് ഡയറക്ടേഴ്സ്, അതുള്ള ഡയറക്ടേഴ്സ് വരുമ്പോഴാണ് ഹാപ്പി.
ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഓക്കെ പറയുന്ന ഡയറക്ടേഴ്സ് ഇതെന്നല്ല, പക്ഷേ വളരാൻ പറ്റുന്ന ഇപ്പം എനിക്ക് ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ സാധനം അവിടെ ഫോം ആവുന്ന ആ ക്രിയേറ്ററും കൂടെ അറിഞ്ഞുകൊണ്ടുള്ളൊരു സ്പേസ് വരുമ്പോഴാണ്. ഈ അവസാനമായിട്ട് നമ്മളിപ്പോ കോൺവെർസേഷൻ വൈൻഡ് ചെയ്യുന്നതിന് മുന്നേ പ്രേമം എന്നുള്ളൊരു സിനിമ ഉറപ്പായിട്ടും നമ്മുടെ വ്യൂവർ പെർസ്പെക്റ്റീവിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആയ സിനിമയാണ്. വിഷ്ണു ചേട്ടൻ്റെ ആണ് കരിയറിൽ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ഒരു സിനിമയായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു 10 year സെലിബ്രേഷൻ, ടീം എല്ലാവരും കൂടെ കേക്ക് കട്ടും പരിപാടിയൊക്കെ. പ്രേമത്തിന്റെ സൗണ്ട്സ്കേപ്പ്, ഇതിന്റെ ഐഡിയ, ഇത് ഫോം ചെയ്യുന്ന ഘട്ടം എന്താണ് ശരിക്കും എക്സൈറ്റഡ്? സൗണ്ടിന്റെ മാത്രമല്ല ഞങ്ങൾ പറയുന്നത്, മൊത്തം ടീമും സൗണ്ടും എല്ലാം ഉൾപ്പെട്ടിട്ട്. അതിന് ഇപ്പോഴും അതുകൊണ്ടാ ഇപ്പോഴും ആ ഒരു എവർഗ്രീൻ ഫീൽഡിൽ നിൽക്കുന്നതിന്റെ കേസ് ഒരുപാട് പ്ലാൻഡ് അല്ലായിരുന്നു അതിനകത്ത്. ഒരുപാട് നാച്ചുറലി നടന്ന സാധനങ്ങൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. അത് ഇവൻ പെർഫോമൻസ് ആയിരിക്കാം, എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും അതിനകത്ത് ഇൻപുട്ട് വന്നിരിക്കുന്ന എല്ലാ അൽഫോൺസ് തൊട്ട് നീവിനും ബാക്കി ആർട്ടിസ്റ്റുകളും. അപ്പം അതിനകത്തുള്ള പ്രേമത്തിന്റെ കേസിൽ പറയുന്ന ആ ഒരു എവർഗ്രീൻ ഫീൽ ഇപ്പോഴും നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്തൊന്നും അങ്ങനെ ഒരു വര വരച്ചതിനകത്തൂടെ അല്ല പോയിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഷൂട്ടിങ്ങിലാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും പിന്നീടുള്ള പോസ്റ്റിലുള്ള കാര്യങ്ങളാണെങ്കിലും അൽഫോൺസിന്റെ എഡിറ്റ് ആണെങ്കിലും ഒക്കെ ഒരു ഫ്ലോ ഓൺ ദ ഗോ ഡെവലപ്പ് ചെയ്ത നാച്ചുറലി അതിനകത്തോട്ട് വന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് പടം ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് സൗണ്ടിലും വന്നു. കാര്യം ഇത് ആദ്യം ഇതിന് ഡയലോഗ് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നോർമലി സിംഗല്ല, ഇപ്പോൾ ഡബ് ചെയ്ത ട്രാക്കുകൾ വന്ന് അതിന് നോർമലി പ്ലേസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് എപ്പോഴോ ഞാൻ അതിന് കുറച്ച് റിവേർബ് ഐ മീൻ കുറച്ച് കൂട്ടാൻ തന്നെ അതിനെ നാച്ചുറലി ആക്കാം, പെർസ്പെക്റ്റീവ് വർക്ക് ചെയ്യാൻ ക്ലാസ് റൂം. കാര്യം നമുക്ക് ഈ എന്താ പറയുക കോളേജിലൊക്കെ ഉള്ള വലിയ റിവേർബ് ഇപ്പോൾ ഒരാൾ അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുഴങ്ങില്ല. അപ്പം അതിലോട്ട് എത്തിക്കാൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ ലൈഫ് വരുന്നു, കുറച്ചുകൂടെ ക്യാമറ മൂവ്മെന്റ്. ഇപ്പൊ ആനന്ദിന്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഭയങ്കര റോ ആണ്. അപ്പൊ അതും ഈ നാച്ചുറലാണ്, മൊത്തം ഒരു നാച്ചുറാലിറ്റി ഫീലാണ്. ഡയലോഗുകളിലാണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നതിനകത്തെല്ലാം അതാണ്. അപ്പൊ ഈ ക്യാമറ ചിലപ്പം ഇങ്ങനെ ഫേസ് ഇട്ട് അതിങ്ങനെ ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഫേസിൽ പറഞ്ഞിട്ട് അതിങ്ങനെ ബാക്കിൽ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ആ ഡയലോഗിന്റെ ഞാൻ കുറച്ചൊന്ന് അടയ്ക്കും. അപ്പൊ നമ്മുടെ ബാക്കിൽ നിന്ന് കേട്ടാൽ എങ്ങനെയാണോ കേൾക്കുന്നത്, ഫ്രണ്ടിൽ വരുമ്പോൾ ക്ലാരിറ്റിയൊക്കെ കുറച്ചുകൂടെ അതിന്റെ ഹൈ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓട്ടോമേറ്റ് ഒന്ന് കുറയ്ക്കും. എന്നിട്ട് തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും അതൊന്നുകൂടെ ഓപ്പൺ ആ ഏരിയയിലൊക്കെ. അപ്പൊ ആ കയറ്റി ഇറക്കങ്ങളൊക്കെ അവിടെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം, നമുക്ക് പ്ലെയിൻ ആയിട്ട് വിടാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ അവിടെ എത്തി എന്നുള്ളൊരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പേസിലോട്ട് നമ്മൾ എത്തണമല്ലോ. ഇത് ത്രൂട്ട് വന്നു. ഈ തുടക്കത്തിൽ ഇത് കഴിഞ്ഞു പിന്നെ അതങ്ങ് വന്നു. ഇപ്പം ആലുവാപ്പുഴയുടെ തീരത്തിനകത്ത് പറയാതെ പള്ളിയിൽ നിന്ന് പാടുമ്പോ മൈക്കിൽ പാടുന്ന പോലെ ആക്കി. ശരിക്കും അത് പാട്ടിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ പാട്ട് അവിടെ മ്യൂസിക്കലി ചിലപ്പോൾ കില്ലായി പോകുന്നുണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് അവിടെ എത്തി അവിടെ ഒരു ലൈഫിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു സാധനം വർക്കായി വരുന്നുണ്ട്. വളരെ ദൂരെ ഓടി വരുമ്പം വലിയ എക്കോ കൊടുക്കുക. മറ്റേ ആ അച്ഛന് ലെറ്റർ കൊടുക്കാൻ പോയിട്ട് ഇവർ പാലത്ത് നിൽക്കുമ്പോൾ ദൂരേന്ന് ഒരാൾ ഇങ്ങനെ അലറി വരുന്നു. അതൊക്കെ നമ്മൾ ഈ നാച്ചുറലി ആഡ് ചെയ്ത നാച്ചുറലി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് എടുത്ത പ്രോസസ്സാണ്. പക്ഷെ ഉദ്ദേശം ഈ പറയുന്ന പോലെ അതിനെ നാച്ചുറൽ ഇതിലേക്ക് എത്തിക്കുക. ഇത് കിട്ടുന്നത് ഓൺ ദ ഗോയിൽ കിട്ടുന്ന സാധനങ്ങൾ. അല്ലാതെ കഴിഞ്ഞ ദിവസം ഇപ്പൊ രാജേഷ് മുരുകേശൻ മറ്റേ മലർ സോങ്ങിന്റെ കാര്യം പറയുമ്പോൾ അൽഫോൻസ് എന്ന ഫീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കണം, അത് കാണുന്ന എല്ലാവർക്കും മലറിനോട് ഇഷ്ടം തോന്നണം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഒരു തുടക്കം തന്നെ ഒരു ഫീഡ് ഉണ്ടോ? അതായത് ഒരു ഭയങ്കര ലൈവ് ആയിരിക്കണം, ഭയങ്കര ഹാപ്പി ആയിരിക്കണം? ഇല്ല, അങ്ങനത്തെ ഫീഡൊന്നും അന്നില്ല. പക്ഷെ എന്താണ് അൽഫോൺസ് ഉദ്ദേശിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാര്യം അവൻ സൗണ്ടിനെ കാണുന്നതൊക്കെ അവന്റെ വിഷ്വലി വന്നിട്ടുണ്ടാവും. ഓരോ ചെറിയ ചെറിയ കട്ടുകൾ ഇടുന്നതാണെങ്കിലും ഇപ്പൊ ആ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്, ആ പിഴിയുന്നത്, ഇതൊക്കെ അതെ 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 അങ്ങനെ ഇപ്പം ഇരുട്ട് കുറെ ഇരുട്ടെന്ന് എഴുതി കാണിക്കും. അപ്പൊ നമ്മൾ കൂട്ടും. അതൊക്കെ അവന് ഇതിനോടുള്ള ഭയങ്കരമായിട്ടുള്ള അപ്പൊ അവൻ കൃത്യമായിട്ട് ആ എഡിറ്റ് സൗണ്ട് ഇല്ലാതെ അവിടെ എഡിറ്റ് ഇല്ല, വിഷ്വൽ നിക്കില്ല. കുറേ ഉണ്ട്, കുറേ പരിപാടികളുണ്ട്. അപ്പൊ അതൊക്കെ അതിനകത്ത് വന്നത്. പക്ഷെ ഇത് ഇങ്ങനെ ആയിരിക്കണം കേൾക്കേണ്ടത്, എങ്ങനെ കേൾക്കണം എന്നുള്ളതിനകത്തൊരു ഇതുണ്ടല്ലോ, ഒരു കോൾ ഉണ്ടല്ലോ. പെർസ്പെക്റ്റീവ്സ് ഇല്ലാതെ കേൾക്കാം, ദൂരെ ഉള്ള ശബ്ദം ദൂരെയായിട്ട് കേൾക്കണോ അതോ അതിനെ കുറച്ചുകൂടെ അടുപ്പിച്ച് കേൾപ്പിക്കണോ? ഇപ്പൊ ഇതിനകത്ത് അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫിയർ എന്ന് വെച്ചാൽ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ കേൾക്കാതെ പോകുമോ, അതിനെയൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. തിയേറ്ററിൽ കേൾക്കും. അതൊക്കെ അവിടെ അൽഫോൺസിന്റെ അടുത്ത് ഉള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മതിയിടാ. അങ്ങനെ ഒരു
ഇത് വന്നപ്പം അതിന് ഫിയർ ചെയ്യേണ്ട കേസില്ല. അത് ഇങ്ങനെ തന്നെ വേണം, ഇതാണ് എൻ്റെ ലൈഫ് എന്നുള്ള സാധനം കിട്ടി. പിന്നെ ഇത് ചെയ്തു വന്നപ്പോൾ വന്ന കുറേ ഐഡിയാസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പിന്നെ എഡിറ്റ് മാറ്റിയിട്ടുണ്ട്. ആ ടെമ്പോയിൽ ചെയ്യാൻ. ഇപ്പം ആ ഡാൻസ് ഇല്ലേ, കൊട്ടുന്ന താളം കൊട്ടുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി കൊട്ടിയെടുത്ത, വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ആ കൊട്ടിയെടുത്ത സാധനമാണ്. അപ്പോൾ അവിടെ അത് മ്യൂസിക് അല്ല, അത് ആ കൊട്ടിയെടുത്താണ്. പിന്നെ ആ കൊട്ട് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് അവൻ റീഎഡിറ്റ് ചെയ്തത്. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തെടുത്തത്. അങ്ങനെ കുറേ ഉണ്ട്, ഇപ്പം ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. പക്ഷെ ഒരുപാട് എലമെന്റ്സ് ഈ പറയുന്ന പോലെ സൗണ്ട് വന്ന്, ഫ്ലോ വന്ന്, അങ്ങനെ വന്ന് വീണ്. ഇവൻ സ്കോറിലും രാജേഷ് അങ്ങനെ ചെയ്തിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ഫീൽ ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം നമ്മളിത് കണ്ണടച്ച് കഴിഞ്ഞാൽ പടം കിട്ടണം. കണ്ണടച്ച് കഴിഞ്ഞാൽ കണ്ണടച്ചിരുന്ന് കാണുന്ന ഓഡിയൻസിന് പോലും ഇത് ഫീൽ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നീട് അവൻ ഫീൽ ചെയ്തിട്ട് പറഞ്ഞത്. അതും ഈ പറയുന്ന പോലെ അതും പിന്നീട് മൈൻഡിലുണ്ടായിരുന്നു. കാരണം കണ്ണടച്ച് കഴിഞ്ഞാൽ അത് കിട്ടണം എന്ന് വെച്ചാൽ അതിനകത്ത് ഇപ്പം പാലത്തിലാണെങ്കിൽ പാലത്തിലുള്ള പോലെ ഫീൽ ചെയ്യണം, വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിൽ നിൽക്കുന്ന പോലെ, പള്ളിയാണ് പള്ളി, ക്ലാസ് റൂമാണ് ക്ലാസ് റൂം. അതിനുശേഷം തേർഡ് ഫേസിലേക്ക് വരുമ്പോൾ ആ അഗാപ്പെ കഫേ. അപ്പോൾ അവിടെ ഒരു എന്താ പറയുന്ന ഒരു ഷിപ്പിന്റെ ഹോൺ ചിലപ്പോൾ ദൂരെ എന്നുള്ളതുണ്ടാവും. അങ്ങനെയാണ് ആ പടം. ബട്ടർഫ്ലൈയുടെ സൗണ്ട് കൊടുത്തില്ല. ബട്ടർഫ്ലൈയുടെ സൗണ്ടിന് പകരം ബട്ടർഫ്ലൈയെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവനാ മറ്റേ ജോർജ് വന്നിട്ട് കോൾ ചെയ്യുമല്ലോ ബൂത്തിൽ നിന്ന്, മേരി കോൾ ചെയ്യുമ്പോൾ ഇതൊക്കെ അകത്ത് കിടക്കുന്ന ലേയേഴ്സ് കേട്ടോ. മേരിയുടെ വീടിന്റെ ഒരു എക്സ്റ്റീരിയർ വൈഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഗേറ്റിന്റെ അവിടെ 2 ബട്ടർഫ്ലൈ ഇങ്ങനെ വരും. അതിങ്ങനെ വന്നിട്ട് 2 വൈറ്റ് ബട്ടർഫ്ലൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കണക്ട് ആവുന്നിടത്താണ് റിങ് കൊടുത്തിരിക്കുന്നത്. അകത്ത് റിങ് ചെയ്യുന്ന പോലത്തെ സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുറേ ലേയേഴ്സ് ഉണ്ട് അതിനകത്ത് കിടക്കുന്നത്. ഇതൊക്കെ ആ സമയത്തുണ്ടായി വരുന്ന ഫോർമേഷനിൽ വന്ന കേട്ടോ. അതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് വിശ്വസിക്കുന്നത്. ഒന്നും അങ്ങനെ വലിയ പ്ലാൻഡ് അല്ല. പിന്നെ അതിനകത്തൊരു സൗണ്ട് ഉണ്ട്, അതിപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത്, എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പടം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇതിപ്പം ഈ മേരിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ടാകും ചായക്കടയിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ എല്ലാത്തിൻ്റെ എക്സ്ട്രീം ക്ലോസപ്പാണ്. മറ്റേ ബോണ്ട, അത് ഇത് ചായ, ഇതൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് മറ്റേ മതിലെ കൂടെ ഉറുമ്പിങ്ങനെ പോകുന്നുണ്ട്. ഒരു പോയിന്റ് ഇങ്ങനെ വെച്ചാൽ ഉറുമ്പിന് സ്റ്റെപ്പ് അങ്ങ് കൊടുത്താലോ. അപ്പോൾ അത്രയും ക്ലോസ് ആണ്. അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ഒരു ഇതിന് ചെയ്ത് അതിനകത്ത് ഇട്ടിരുന്നു. അപ്പോൾ അത് എന്നിട്ട് അന്ന് അത് എനിക്ക് തോന്നുന്നില്ല അൽഫോൺസ് അത് പ്രത്യേകം പിക്ക് ചെയ്ത് പറഞ്ഞു ഒന്നും ആരും അത് പിക്ക് ചെയ്ത് പറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, എനിക്ക് മാത്രം കേൾക്കാവുന്ന ഒരു ലെയറായിട്ട് ചിലപ്പോൾ അത് അവിടെ കിടന്നിട്ടുണ്ടാവും എന്ന് വെച്ചു. പടം കഴിഞ്ഞു, പടം റിലീസായിട്ടുണ്ട്, ഒരു വലിയൊരു അവസ്ഥയിലേക്ക് എത്തി, എല്ലാത്തിനും അപ്രീഷിയേറ്റ് ഇത് കിട്ടുന്നു. അപ്പം ഞങ്ങൾക്കും അതിൻ്റെ സൗണ്ടിൻ്റെ കേസിൽ ഭയങ്കരമായിട്ട് സിങ് സൗണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. ഇപ്പോഴും അത് സിങ് സൗണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. സൗണ്ടിന് നല്ലൊരു സ്പേസ് കിട്ടി, ഈവൻ സൗണ്ട് ഡിസൈനും സ്പേസ് കിട്ടി, വലിയൊരു ഒരു സ്പേസ് അത് ക്രിയേറ്റ് ചെയ്ത് തന്നു. ഈവൻ സിങ് സൗണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്കും അതിനകത്തൂടെ ഒരു സപ്പോർട്ട് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കഴിഞ്ഞത് ഇങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ ഒരാൾ മെസ്സേജ് അയച്ചു, ചേട്ടാ നല്ല രസമുണ്ടായിരുന്നു, ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു, മഴ രസമുണ്ടായിരുന്നു, കുയിലിൻ്റെ ശബ്ദം, പിന്നെ ചേട്ടനാ ഉറുമ്പിൻ്റെ സൗണ്ട് ഇട്ടില്ലേ, ഉറുമ്പിന് സ്റ്റെപ്പ് ഇട്ടിട്ടില്ലേ, അത് ഭയങ്കര ഒരാളാ പറഞ്ഞിരിക്കുന്നത്. അപ്പം കിട്ടിയൊരു ഇൻസ്പിറേഷൻ വെച്ചാൽ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കേട്ട് ചെയ്യുന്നത് ഒരാളെങ്കിലും എത്തിയാൽ അത് വർക്കാൻ, അത് സംഭവം അവിടെ ഇതാകും. ബാക്കിയുള്ളവർ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. അപ്പം അങ്ങനെ ഒരു സംഭവം അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം എനിക്കിങ്ങനെ തോന്നുന്ന ചില ഐഡിയാസ് പിന്നീടുള്ള പടങ്ങൾ ഞാൻ ചെയ്യാതിരുന്നിട്ടില്ല. കാര്യം ഇത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അത് ഡെലിവർ ആവാം, ഒരാളത് പിക്ക് ചെയ്താൽ ദാറ്റ് ഇസ് ഫൈൻ. അത് ഒരു പർട്ടിക്കുലർ സീൻ ഇപ്പൊ ഈ പറഞ്ഞ മലറിനെ മറ്റേ മെമ്മറി ലോസ് ആണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇവരുടെ ഒരു റൈഡ് ഉണ്ടല്ലോ, ഇതിൽ ഈ മറ്റേ ഒരു സ്വിച്ച് സൗണ്ട് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന കൂടെ ഈ ഗോവിന്ദാസ്തയുടെ പീസും പോകുന്നുണ്ട്. ഇപ്പൊ ഇതും ഇപ്പൊ രാജേഷ് മുരുകേശൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഫസ്റ്റ് നരേറ്റീവ് ഈ രീതിയിലായിരുന്നില്ല, കട്ട് ഓൺ ദ ഗോ ആണ് ആ നരേറ്റീവില് പിടിച്ചതെന്നൊക്കെ. ഇതിന്റെ സൗണ്ട് പാറ്റേണും കൂടെ എങ്ങനെയായിരുന്നു ഡിസൈൻ? അവിടെ ഇതുപോലെ വർക്ക് ആയത് കേട്ടോ. അവിടെ സ്കോർ വന്നതിന് ശേഷം വർക്ക് ചെയ്ത, സ്കോർ വന്നതിന് ശേഷം പിന്നെ അതിന് വർക്ക് ചെയ്യുന്നു. കാരണം ബസ് പോകുമ്പോ അതിന്റെ കൂടെ അതെ അത് ആ മൂഡ്, മ്യൂസിക്കിന് മൂഡ് കിട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഡിസൈൻ ചെയ്തു. ഞങ്ങൾ അത് എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്കാണ്. അപ്പോൾ ഈ പാസ് ചെയ്ത് പോകുന്നതിനൊക്കെ അങ്ങനത്തെ ടോൺസ് ആണ്. ഞങ്ങളെ റിവേഴ്സ് സൗണ്ടുകൾ, കുറച്ച് ലോ എൻഡ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ എല്ലാത്തിനും ആ റിവേഴ്സ് സാധനങ്ങൾ, പിന്നെ ആ മ്യൂസിക് ഭയങ്കര ഫീലുള്ള ഒരു സ്കോറാണല്ലോ. അപ്പോൾ അതിനെ കില്ല് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനൊരു സാധനം ചെയ്ത് ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ശരിക്കും അതിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ
റിവേഴ്സ് പോകുന്ന ബസ് പോകുന്ന സാധനങ്ങൾ, അതെ മഴയുടെ റിവേഴ്സ്. പിന്നെ അവിടെ ബട്ടർഫ്ലൈ സൗണ്ട് ഇട്ടുണ്ട്. ആ ബട്ടർഫ്ലൈ ഇങ്ങനെ അങ്ങനെ ഒരു ലോ എൻഡിലുള്ള സൗണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. കാര്യം അവിടെയൊക്കെ അത് എൻഹാൻസ്ഡ് ആവുന്നുണ്ട് മൂഡ്. അത് ഇപ്പം ആ ട്രാക്കുകൾ, ആ ഡിസൈൻ ട്രാക്കുകൾ മ്യൂട്ട് ചെയ്താൽ ഒരു പക്ഷേ എന്തോ മിസ്സിംഗ് ആയിട്ട് തോന്നും ഇനി ആൾക്കാർക്ക്. കാര്യം ഇത് വെച്ചിട്ടാണ് എല്ലാവരും അത് കണ്ട് കേട്ടിരിക്കുന്നത്. ഇപ്പം ആ ബൈക്ക് പോയി വീഴുന്നിടത്തൊരു ലോ ഹിറ്റ് ഇട്ടിട്ടുണ്ട്, എന്ന് പറഞ്ഞിട്ടൊരു ലോ ഹിറ്റ് ഇട്ടിട്ടുണ്ട്. ആ ജോർജ് വന്നിട്ട് കരഞ്ഞുകൊണ്ട് വീഴുമല്ലോ. അപ്പം അതൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ. അവിടെ ആ സൗണ്ടുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആ സാഡ്നെസ് എൻഹാൻസ്ഡ് ആവും എന്ന് ഫീൽ ചെയ്തിട്ട് വന്നേക്കുന്ന സാധനങ്ങൾ. അതൊക്കെ നമ്മളല്ല ആ ഫ്ലോയിലാണ്, ഇറ്റ്സ് നോട്ട് പ്ലാൻഡ്. അപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതൊരു ടെക്നിക്കൽ പരിപാടി മാത്രമല്ല. ഇതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു ഓട്ടോമേഷൻസ്, അതായത് വോളിയം കുറയ്ക്കുക, കൂട്ടുക, മിക്സിൽ നടക്കുന്ന പ്രോസസ്സ്, ഡിസൈനിൽ നടക്കുന്ന പ്രോസസ്സ്, ഇതെല്ലാം സ്ക്രീനിൽ എന്താണോ കാണുന്നത് അതിനെ ബിലീവബിൾ ആക്കാൻ വേണ്ടിയിട്ട് എക്സാക്ട്ലി ആ ഒരു സ്പീഡും ഇമ്പാക്റ്റും എല്ലാം മാച്ച് ചെയ്തിട്ടാണ് ഓരോ ശബ്ദങ്ങളും. ആ ഫ്രെയിമിൽ എന്തൊക്കെയുണ്ടോ, ചിലപ്പോൾ ഒരു കിളി പറക്കുന്നു പോകുന്നതായിരിക്കാം, ഒരാൾ ബാക്കിൽ കൂടെ പോകുന്നതായിരിക്കും, ബാക്കിൽ കൂടെ ഒരു വണ്ടി പോകുന്നതായിരിക്കും, മഴ, ഇതിൻ്റെ മഴയുടെ ഇൻറ്റൻസിറ്റി, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളിത് ലെയർ ചെയ്യുന്നത്. അവിടെ നമ്മളൊരു റെഫറൻസ് ഉണ്ട്, നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കേൾക്കുന്നതും ഇവിടെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതും ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനെ മ്യൂസിക്, ഡയലോഗ്, എഫക്ട്സ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ വന്നിട്ട് അതിനെ നമ്മൾ കൂട്ടുക, കുറയ്ക്കുക എന്നുള്ളൊരു പ്രോസസ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വോളിയം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൗണ്ട് വേവ് ആണല്ലോ ഇത്. കുറേ സൗണ്ടുകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു ആ സൗണ്ട് ഏത് ഇമ്പാക്റ്റിൽ. ഇപ്പം ബേസിക്കലി ഒരു മിക്സ് എഞ്ചിനീയർ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേക്ഷകനെ തൊടുന്നുണ്ട്. ഈ സൗണ്ട് ഇന്ന് ഈ ചെവിയിൽ വീണ് ആ ചെവിയിൽ അത് ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ബേസിക്കലി ഒരു ടച്ചാണ്. ആ ടച്ച് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആ വോളിയമാണ്. ഇപ്പം ലാലേട്ടൻ വന്ന് ഇറങ്ങുമ്പോൾ ആ ഇമ്പാക്റ്റിൽ കൊടുക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഇമ്പാക്റ്റ് എത്രയാണ് എന്നുള്ളൊരു ഡിസിഷൻ വരുന്നുണ്ടല്ലോ. അതൊരിക്കലും ടെക്നിക്കൽ തോട്ടല്ല, അത് ക്രിയേറ്റീവ് തോട്ടാണ്. അവിടെ ഫോം ആവേണ്ട ഇമോഷനെ ഒരിക്കലും ടെക്നിക്കലി അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ആർട്ടിസ്റ്റിക് വേ തന്നെയാണ്. നമ്മൾ എത്ര വോളിയത്തിൽ കൊടുക്കണം. ഇപ്പോൾ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഡയലോഗ് പറയാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എത്ര താഴ്ത്ത് നിർത്തണം. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് സീൻ, ഇപ്പം മാലിക്കിലൊരു ഏരിയ ഉണ്ട്. മാലിക്കിൽ അലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ കെട്ടിക്കോടാ നിൻ്റെ പെങ്ങളെന്ന് ചോദിക്കുന്ന ഏരിയയിൽ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കടലുണ്ട്, കിളികൾ പറക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ട്. അപ്പോൾ അവിടെ ആ പുള്ളിയുടെ ഇമോഷൻ, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻ വരണം എന്നുണ്ടെങ്കിൽ, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻ ആൾക്കാരിലേക്ക് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ബിലീവബിൾ ആക്കണമെങ്കിൽ ആ സൗണ്ട് ട്രാക്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ കോളുകളുണ്ട്. ഇതിനൊക്കെ ഏത് ലെയറിൽ നിർത്തണം, എത്ര ലെവലിൽ നിർത്തണം, ഡിസ്റ്റർബൻസ് ഇല്ലാതെ അതിലേക്ക് ഫോക്കസ് കൊണ്ടുവന്ന്. ചിലപ്പോൾ ആ കടൽ അവിടെ ആഞ്ഞടിച്ചോ, ബാക്കിൽ നല്ല സ്പ്ലാഷ് ചെയ്യുന്ന കടല, പക്ഷെ അവിടെ നമ്മൾ അതിനെ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കി പ്ലേ ചെയ്യുന്നു. ഇതൊരിക്കലും ഒരു ടെക്നിക്കൽ കോളല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവ് കോളാണ്, ആർട്ടിസ്റ്റിക് കോളാണ്. അപ്പോൾ ഈ ടെക്നീഷ്യൻസ് എന്ന് മാത്രം നമ്മൾ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഡെഡ് ഫീലാണ് കിട്ടുന്നത്. കാര്യം ഈ ഓരോ നമ്മൾ ഈ ആ സെഷൻ കാണിക്കുമ്പോൾ അറിയാം, അതിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ഓരോ വരകളും ഇറ്റ്സ് ലൈക്ക് ആൻ ആർട്ട് വരയ്ക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ അതെന്ന് വെച്ചാൽ സൗണ്ടിനെയാണ് ആ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊരു വര പോലെയാണ് ഇരിക്കുന്നത്, വരയ്ക്കുന്ന പോലെ തന്നെ. റൈഡ് ചെയ്യാന്ന് പറയും. ഇത് ഒരു ടെക്നിക്കൽ ജോബാണെന്നുള്ള രീതിയിൽ പറയപ്പെടുകയും വിചാരിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈവൻ സിനിമയ്ക്കകത്തും വിചാരിക്കുന്ന കുറേ പേര് ടെക്നിക്കൽ, അതാണ് ടെക്നീഷ്യൻസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്. സൗണ്ട് ആർട്ടിസ്റ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ. അത് സോണിക് ആർട്ടിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ശരിക്കും ആ ഇമോഷൻ ഇല്ലാതെ ഒരു ടെക്നിക്കൽ പ്രോസസ്സായിട്ട് അതിൻ്റെ സൗണ്ട് ട്രാക്കിനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആർട്ടിസ്റ്റുകൾ, ഈ ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന പെർഫോം ചെയ്യുന്ന ആൾക്കാർ, അതിൻ്റെ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ ഒക്കെ അതിലേക്ക് ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ആർട്ട് പുറത്തോട്ട് വരുമ്പം അതിനെ ടെക്നിക്കലി ഡീൽ ചെയ്ത് അതിനകത്ത് ഇമോഷൻ ഉണ്ടാവില്ല. ആ ആർട്ടിനെ നമ്മളുടെ ആർട്ട് ക്രിയേറ്റീവ്ലി നമ്മളുടെ ആർട്ടായിട്ട് ബ്ലെൻഡ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണ് ആ ഇമോഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതാണ് എനിക്ക് എപ്പോഴും തോന്നുന്നില്ല, ടെക്നീഷ്യൻസ് അല്ല, അത് ആർട്ടിസ്റ്റുകൾ തന്നെയാണ്.